Good evening to all. iPlus Training Solutionന്റെ ലളിതം മലയാളം നെറ്റ് മലയാളം മാരത്തൺ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഓഡിയോ ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്ക്രീൻ നിങ്ങൾക്ക് കാണാമെന്നും കരുതുന്നു. ഈ രണ്ട് കാര്യത്തിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണ് എങ്കിൽ വോയിസ് ബ്രേക്കോ അല്ലെങ്കിൽ സ്ക്രീൻ പെട്ടെന്ന് ഓഫ് ആവുകയോ അങ്ങനെ എന്തെങ്കിലും എന്താ വെച്ചാൽ ഇന്ന് ഈവനിങ് തൊട്ട് പല സ്ഥലത്തും മഴ തുടങ്ങിയിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ആര്യ. പല സ്ഥലത്തും മഴ ശക്തിപ്പെട്ടിട്ടുണ്ട്. കുറച്ച് മുമ്പ് വരെ ഇവിടെ പവർ കട്ട് ഉണ്ടായിരുന്നു. അപ്പൊ പലരും അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉള്ളവരായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ റേഞ്ച് ക്ലിയർ ആണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ഈ പറഞ്ഞ രണ്ട് കാര്യത്തിലും എന്തെങ്കിലും പിഴവ് വരികയാണ് വെച്ചെങ്കിൽ ചാറ്റ് ബോക്സിൽ ദയവ് ചെയ്ത് നിങ്ങൾ അറിയിക്കേണ്ടതാണ്. ഓക്കെ, യെസ്. പിന്നെ ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മൾ മുൻകൂട്ടി നമ്മുടെ ലളിതം മലയാളം എല്ലാ വെള്ളിയാഴ്ച തോറുമുള്ള ക്ലാസ്സിൽ നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. നമ്മളിങ്ങനെ ഒരു അടിപൊളി സെക്ഷൻ ആയിട്ട് വരുന്നുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ 3-ാം തീയതി നടക്കുന്ന നെറ്റ് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് കൃത്യം 20 ദിവസം മുമ്പ് നിങ്ങൾക്കൊരു മാരത്തൺ ക്ലാസ് തരികയാണ്. വെറുതെ ഒരു മാരത്തൺ ക്ലാസ്സിൽ കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു പോവുക എന്നുള്ള രീതിയല്ല. കഴിഞ്ഞ പ്രാവശ്യം റദ്ദാക്കിയ പരീക്ഷ പേപ്പറിന് അനുസൃതമായിട്ട് എന്താണോ പുതിയ പാറ്റേൺ അതിനനുസൃതമായിട്ട് നമ്മൾ എന്താണ് ചോദ്യങ്ങളും അതുപോലെ തന്നെ ആ പാറ്റേണിലുള്ള എക്സ്പ്ലനേഷനുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോഴെങ്ങനെയാ തുടങ്ങല്ലേ? നല്ല ഉഷാറായിട്ട് കൂടണം. ഇവിടെ വേണ്ടത് ഒരു ക്വിക്ക് റെസ്പോൺസ് ആണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ നമ്മുടെ എല്ലാ സിലബസിലെ എല്ലാ ഇതളുകളിലൂടെയും അതായത് നമ്മുടെ യൂണിറ്റുകളിലൂടെയും കടന്നു പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ സപ്പോർട്ട് തംസപ്പ് ആയിട്ടൊക്കെ കാണുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതേ ഉഷാറ് ഇന്നത്തെ ക്ലാസ് കഴിയുന്നത് വരെ ഉണ്ടായിരിക്കണം. NTA നെറ്റ് മലയാളം. ഓക്കെ മക്കളെ, ചോദിക്കട്ടെ, നമ്മുടെ സിലബസിൽ എത്ര യൂണിറ്റുകൾ ഉണ്ട്? ഒന്ന് പറഞ്ഞേ. എത്ര യൂണിറ്റുകൾ, അതായത് എത്ര ഇതളുകളാണ് നമ്മുടെ യൂണിറ്റിലുള്ളത്, നമ്മുടെ സിലബസിലുള്ളത്? സോറി, നമ്മുടെ സിലബസിൽ എത്ര ഇതളുകൾ ഉണ്ട്? ഒന്ന് പറഞ്ഞേ. ലിച്ചു കാർത്തിക് ഒക്കെ 10, അമൃത 10 പറയുന്നുണ്ട്, നീതു 10 പറയുന്നുണ്ട്, ശ്രീലക്ഷ്മി 10 പറയുന്നുണ്ട്. ഓക്കെ, തൊട്ട് മുമ്പ് നമ്മുടെ ക്യാൻസൽ ആക്കിയ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക്? എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ പരീക്ഷ എഴുതുന്ന സമയത്ത്? എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ തോന്നിയത് ആ പരീക്ഷ എഴുതിയത്? ഇത് എളുപ്പമായിരുന്നു. എനിക്ക് പരിചയമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് ചോദ്യം വന്നത്. കുറച്ചും കൂടി ശ്രദ്ധ വെച്ച് ഞാൻ പഠിച്ചിരുന്നുവെങ്കിൽ എനിക്ക് നല്ല സ്കോർ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. ഇതൊന്നും എനിക്ക് കിട്ടിയില്ല ടീച്ചറെ, എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു. എന്തായിരുന്നു? എളുപ്പമല്ല എന്ന് ലിച്ചു പറയുന്നുണ്ട്. അപ്പൊ ലിച്ചു പറയണട്ടോ, എന്തുകൊണ്ട് എളുപ്പമായില്ല എന്നും കൂടി എന്നോട് പറയണേ. ഇനി പറഞ്ഞേ, പരീക്ഷയുടെ നിലവാരം എങ്ങനെയായിരുന്നു? വേഗം വേഗം, നമുക്ക് സമയമില്ല, നമുക്ക് ക്വിക്ക് റെസ്പോൺസ് വേണം. ഒരുപാട് പേര് ഇതള് 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. പറയൂ, എളുപ്പമല്ല. തൊട്ട് മുമ്പ് നടന്ന നെറ്റ് പരീക്ഷ, അതായത് നമ്മുടെ റദ്ദാക്കിയ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ എല്ലാവരും എഴുതിയവരുണ്ടായിരിക്കും. വിജീഷ് ഒരു ആവറേജ് സ്കെയിലാണ് നിൽക്കുന്ന ടീച്ചറെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിധു പറയുന്നു നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. യെസ്, അത് വളരെയധികം iPlus ടീമിന് മുഴുവൻ വളരെയധികം സന്തോഷമാണ്. ലളിത മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ 21 ടോപ്പിക്കുകളിലായിട്ട് ധാരാളം ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഫ്രീ സോഴ്സ് ആയിട്ട് എനി ടൈം റിപ്പീറ്റ് ചെയ്ത് നോക്കാവുന്ന രീതിയിൽ തന്നിട്ടുള്ളത്. നല്ല പരീക്ഷയായിരുന്നു. കമ്പ്യൂട്ടർ സ്ക്രീൻ നോക്കി തല വേദനിക്കേണ്ടി വന്നില്ല. പക്ഷെ വീണ്ടും പണ്ടത്തെ ചങ്ങരം തെങ്ങുമ്പോ തന്നെ എന്ന് പറഞ്ഞ പോലെ വീണ്ടും CBT മോഡിലേക്ക് നമ്മുടെ പരീക്ഷ മാറിയിരിക്കുകയായിരുന്നു. ആശ്വിൻ പറയുന്നുണ്ട് എളുപ്പമായിരുന്നു എന്നുള്ളത്. നമ്മുടെ പേപ്പർ നന്നായിരുന്നു, എളുപ്പമായിരുന്നു. ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിൽ കൂടി നമ്മുടെ iPlus ടീമിനോടൊപ്പം പഠിച്ചവരെല്ലാവരും പറഞ്ഞ ടീച്ചറെ എളുപ്പമായിരുന്നു. എന്ത് ചെയ്യാം, ക്യാൻസൽ ആയി പോയില്ലേ? യെസ്. അപ്പൊ നമുക്ക് അറിയാം നമുക്ക് എത്ര ഇതളുകളുണ്ട്? 10 ഇതളുകളുണ്ട്. ഇതൾ 1 എന്ന് പറയുന്നത് എന്താണ് മക്കളെ? മലയാള സാഹിത്യം പ്രാരംഭമാണ്. നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ട് വരെയുള്ള മലയാള സാഹിത്യത്തിന്റെ ചരിത്രവും സ്വഭാവവും അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. പാട്ടുപ്രസ്ഥാനം, മണിപ്രവാള കൃതികള്, അതുപോലെ തന്നെ കിളിപ്പാട്ട്, പാന, വഞ്ചിപ്പാട്ട്, ഭാഷാകൗടില്യം, അംബരീഷോപാഖ്യാനം, ബ്രഹ്മാണ്ഡ പുരാണം, മിഷണറി ഗദ്യം, മഹാകാവ്യം, മുക്തകം, പിന്നെ നമ്മുടെ കേരളവർമ്മ പ്രസ്ഥാനം, പ്രാസവാദം, പച്ചമലയാളം, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 1-ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. 2-ാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെ കവിതയാണ്. കാൽപ്പനിക കവിത, ആധുനിക കവിത മുതലേ ആധുനികോത്തര കവിത, ദളിത്, സ്ത്രീ, പരിസ്ഥിതി, സൈബർ കവിതകൾ വരെ നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ വിവർത്തന കവിതകൾ എന്നുള്ള ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ മൊഡ്യൂളിൽ നിന്ന് അധികം അങ്ങനെ ചോദ്യം വന്ന് കണ്ടിട്ടില്ല എങ്കിലും ഒരു ചെറിയ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഇനി ഇതൾ 3 കഥാസാഹിത്യമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും നോവലിൽ സിലബസിൽ ഇല്ലേ എന്നുള്ളത്. ഇതൾ 3 തന്നെയാണ് കഥയും
ഏത് നോവലും വരുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് I+ ടീമിലെ I+ന്റെ കോഴ്സൊക്കെ നിരന്തരമായിട്ട് ഫോളോ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് കഥാസാഹിത്യവും നോവൽ സാഹിത്യവും എളുപ്പമാകും. കാരണം ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ പരീക്ഷകളും, അത് കാറ്റഗറി 2, 3, സെറ്റ്, നെറ്റ്, HSC മുതലായ സകല ചോദ്യ പേപ്പറുകളും അരച്ച് കലക്കി ചോദ്യങ്ങൾ എടുത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ സപ്പോർട്ടായിട്ട് ഇവിടെ ആൾക്കാർ വന്നു തുടങ്ങി. ഇത് പറയുന്നുണ്ട് യെസ് നമ്മളത് പഠിച്ചതാണ്. അതുപോലെ തന്നെ നോവൽ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഉത്തരാധുനികത വരെ നമ്മൾ പഠിച്ചു. അതിന്റെ ഇടയിൽ നമ്മൾ ആധുനികം കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ തുടർന്നു പോകുന്നത്. ഇനി അടുത്തത് ദൃശ്യകലയാണ്. നോക്കൂ, ഇതൾ 4 ദൃശ്യകലയും സാഹിത്യവുമാണ്. ഇവിടെ ആട്ടക്കഥ കഥകളി പഠിച്ചില്ലേ മക്കളെ? ആട്ടക്കഥ കഥകളി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് നമ്മള്. എല്ലാ ചോദ്യവും പറഞ്ഞ മക്കളെ ഇത് ഇന്നത് കൊണ്ടാണ് ഇന്നത്. കുറെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് തന്നെ നമ്മൾ വെള്ളിയാഴ്ചകളുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. യെസ്, അതുപോലെ തന്നെ അതിൽ തന്നെ കഥകളിയുടെ വേഷവിധാനങ്ങളും പ്രധാനപ്പെട്ട കഥകളി എന്താണ്, കഥകളിയുടെ ചടങ്ങുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളും നമ്മൾ നോക്കണം. ഇങ്ങനെ ഓരോ യൂണിറ്റും പറഞ്ഞു പോകുന്നത് എന്തിനാണെന്നറിയോ? 20 ദിവസം ഉണ്ട്. ഇനിയും പഠിക്കാത്തവർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ, ഇനിയും റിവിഷൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടുന്ന ഭാഗങ്ങളാണ് കേട്ടോ പറഞ്ഞു പോകുന്നത്. ഈ ടോപ്പിക്കുകളിലൂടെയൊക്കെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം സപ്പോർട്ടായി കൂടെ നിൽക്കുന്നോ അത്രത്തോളം വേഗത്തിൽ നമുക്ക് പോകാം. ഓക്കെ, എന്ന് വെച്ച് ഒരു വലിയ എങ്ങും തൊടാത്തൊരു ഓട്ടപ്രദക്ഷിണല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു ഗുണം വേണം. ഓക്കെ, 6 മിനിറ്റ് പോയി, 10 മിനിറ്റിനുള്ളത് തീർക്കണം എനിക്ക്. ഓക്കെ, പിന്നെ മലയാള നാടകം നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ? മലയാള നാടകം ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. യെസ്, പിന്നെ ഉള്ളത് ഏതാണ്? സിനിമയാണ്. സിനിമ, തിരക്കഥ, എല്ലാതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഗാനരചന ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അതും നമ്മൾ ആക്കിയതാണ്. അപ്പൊ ഇതൾ 4 തുള്ളൽ ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതൾ 5 ഇനി എനിക്കൊന്നും പറയാനില്ല. നാടോടി വിജ്ഞാനിയ ഫോക്ലോർ എന്ന് പറഞ്ഞ വിഭാഗം മുഴുവൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതൾ 6 നിരൂപണം 11 ക്ലാസ്സുകളായിരുന്നു നിരൂപണത്തെ മുൻനിർത്തിയിട്ട് തന്നിട്ടുണ്ടായിരുന്നത് അല്ലെ? അപ്പൊ നിരൂപണത്തിലൂടെയും നമ്മൾ കടന്നു പോയി കഴിഞ്ഞു. ഇനി ഒരു ഇതൾ 7 കിടക്കുന്നുണ്ട്, സാഹിത്യ വിഭാഗങ്ങൾ. പലരും ഇത് എളുപ്പല്ലേ എന്ന് വിചാരിച്ചിട്ട് വിടും. പക്ഷേ നമ്മളെ കുഴക്കുന്ന ചോദ്യങ്ങളുമായിട്ട് അവർ വരും. നമ്മൾ ക്ഷണ്ണട്ടാറ വരയ്ക്കേണ്ടതായിട്ടും വരും. ഇതൾ 7 മറ്റ് സാഹിത്യ വിഭാഗങ്ങൾ: ജീവചരിത്രം, ആത്മകഥ, യാത്രാ വിവരണം, സർവകലാശാലയിലെ ഗവേഷണ ചരിത്രം, വിജ്ഞാനകോശം, നിഘണ്ടു, സൈബർ സാഹിത്യം, കാരിക്കേച്ചർ, താരതമ്യ സാഹിത്യം, വിവർത്തന പഠനം തുടങ്ങിയവയിൽ നിന്നാണ് ഈ മേഖലയിലെ ചോദ്യങ്ങൾ വരുന്നത്. ഇനി അടുത്തത് ഇതൾ 8 ഭാഷാശാസ്ത്രവും വ്യാകരണവുമാണ്. നോക്കൂ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളോട് ചോദിച്ചു കണ്ടിട്ടുള്ളൂ. സാധാരണയായിട്ട് ഇപ്പോഴത്തെ ഒരു പാറ്റേൺ, ഇപ്പൊ 2022 ശേഷമുള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒരു സെന്റൻസ് നമുക്ക് തരും. അതിലുള്ള വ്യാകരണ നിയമങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറയും. അങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ആ തന്നിരിക്കുന്ന സെന്റൻസ് നമ്മുടെ കയ്യിലെ ഒരു റഫ് ഷീറ്റ് എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ, അതിലൊന്ന് എഴുതി നോക്കുക. എന്നിട്ട് അതിലുള്ള എല്ലാ വാക്കുകളെയും പാട്ടാക്കിയിട്ട് തിരിക്കുക. എന്നിട്ട് ഓരോ വാക്കും ശ്രദ്ധിക്കുക. ഓരോ വാക്കും ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഏതെങ്കിലും വ്യാകരണം വരുന്നുണ്ടോ, പേരച്ചം വരുന്നുണ്ടോ, സന്ധി വരുന്നുണ്ടോ, സമാസം വരുന്നുണ്ടോ ഒക്കെ നോക്കുക. അതിന്റെ മീതെ എഴുതിയിടാം. ഞാൻ JRF സ്കോർ ചെയ്ത പരീക്ഷയില് 2 ചോദ്യമായിരുന്നു ഇത്തരത്തിൽ സെന്റൻസ് എന്നിട്ട് വ്യാകരണ നിയമങ്ങൾ കണ്ടെത്തുക എന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഈ രീതിയിൽ ചെയ്തു വെക്കണം. ഇനി ഭാഷാശാസ്ത്രത്തിലേക്ക് വരുമ്പോഴോ പ്രധാന ഭാഷാശാസ്ത്രജ്ഞന്മാരുടെ പേര്, അവരുടെ സംഭാവനകൾ പഠിച്ചു വെക്കണം. ഭാഷാ കക്ഷികള്, ഭാഷാ ഗോത്രങ്ങള്, സിമ്പിൾ അല്ലേ? പിന്നെ രൂപിപം, സ്വനം തുടങ്ങിയ കാര്യങ്ങളും വാക്യവിജ്ഞാനത്തിൽ നമുക്ക് അറിവുണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ മക്കളെ? ഇനി രണ്ടാമത്തേലാണ് ഭാഷാ ഉൽപ്പത്തി സിദ്ധാന്തങ്ങൾ വരുന്നത്. ഭാഷ ഉൽപ്പത്തി സിദ്ധാന്തങ്ങളും വളരെയധികം ഇമ്പോർട്ടന്റ് ആയതാണ്. അവിടെയും കക്ഷ്യ വിഭജനം തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി മലയാള ഭാഷയുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദങ്ങൾ നമ്മൾ നോക്കി വെക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ വ്യാകരണം, അതിലെന്തായാലും സന്ധി, സമാസം തുടങ്ങിയ കാര്യങ്ങൾ, ശബ്ദ വിഭജനം തുടങ്ങിയ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കി വെക്കണം. അടുത്തത് ഏതാണ്? യൂണിറ്റ് 9 സാഹിത്യ സിദ്ധാന്തങ്ങളും സൗന്ദര്യശാസ്ത്രവും. ഇതിലെ സംഘകാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിളസങ്കല്പം, തിളസങ്കല്പത്തിന്റെ വിഭജനം, കാവ്യ വിഭജനം തുടങ്ങിയ കാര്യങ്ങളിലെ ഒരേ പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ് സാധാരണയായിട്ട് വന്ന് കാണാറ്.
ഇനി ഇതൊട്ടും അറിയില്ല ടീച്ചർ, ഇതിൽ ഏത് മെറ്റീരിയൽ ആണ് ഞങ്ങൾക്ക് എടുക്കണ്ടേ എന്ന് അറിയില്ല എങ്കിൽ, ഇതിൽ ഒരുവിധം ചോദ്യങ്ങളൊക്കെ കേരള ചരിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒട്ടും നിങ്ങൾക്ക് ഒരു നോട്ട് എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? അയ്യപ്പ പണിക്കരുടെ ലേഖനമുണ്ട്, തിണസങ്കല്പം എന്ന് പറഞ്ഞിട്ട്. ആ ലേഖനം റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നെറ്റ് പരീക്ഷയ്ക്കുള്ള സകല ചോദ്യങ്ങളും നമുക്ക് കിട്ടാനായിട്ട് പറ്റും. വിമർശന നിരൂപണം നാടകം ടീച്ചറുടെ നോട്ട് എഴുതിയെടുത്തത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സംതൃപ്തിയാണ്. താങ്ക് യു സോ മച്ച് ആര്യ. കാരണം ഞാൻ എൻ്റെ കയ്യിലുള്ള സകല നോട്ടുകളും അതുപോലെ തന്നെ, അതും സത്യസന്ധമായിട്ടുള്ള, അതായത് സത്യസന്ധമായി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് എവിഡൻസ്, ഈ വർഷം ശരിയാണ്, ഇത് പറഞ്ഞത് ഇന്ന ആളാണ് എന്നുള്ളത് കൃത്യമായിട്ട്, എന്താ വെച്ചാൽ എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങളുടെ ഒരു മാർക്ക് പോകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തത്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഈ തിണസങ്കല്പവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ റെഫർ ചെയ്യാൻ പറ്റാവുന്ന ഒരേ ഒരു കാര്യം, ഇത് മാത്രം നോക്കിയാൽ മതി, നമുക്ക് എളുപ്പത്തില് കിട്ടും. ഇനി നമ്മുടെ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തം. പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തത്തിലെ കവി കാവ്യ നിർവചനം, ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സാഹിത്യ സിദ്ധാന്തങ്ങള് അത് മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യക്തിയാരെ, പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കൃതികൾ ആരെഴുതി, ഇത് തന്നെ എപ്പോഴും ചോദ്യമായിട്ട് വരിക. ഇനിയാണ് നമ്മുടെ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തം. ചിലർക്കെങ്കിലും ഒരു കീറാമുട്ടിയായിട്ട് തോന്നാം. അപ്പൊ ഈ ക്ലാസിസിസം, നിയോ ക്ലാസിസിസം, റൊമാൻറ്റിസിസം, നാച്ചുറലിസം തുടങ്ങിയ കാര്യങ്ങളും അതിന്റെ പ്രധാനപ്പെട്ട വക്താക്കളും ആരാണ് എന്ന് പഠിച്ചു വെക്കുക. ഒപ്പം തന്നെ എന്ത് ചെയ്യണം എന്നറിയോ? പ്രധാനപ്പെട്ട കൃതികള് എഴുതിയത് ആരാണ് എന്നുള്ള കാര്യവും പഠിച്ചു വെക്കുക. ഇനി നിങ്ങൾക്ക് നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശീലിക്കാനായിട്ട് പലപ്പോഴും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. LBSന്റെ സൈറ്റിൽ കയറുക, സെറ്റിന് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. നെറ്റിനെയും കാട്ടും ഡീപ്പായിട്ടാണ് പൗരസ്ത്യവും പാശ്ചാത്യവും സെറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. അവിടെ ആകുമ്പോൾ ചോദ്യപേപ്പറും കിട്ടും, ആൻസർ കീയും കിട്ടും. നെറ്റിന്റെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തപ്പിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് പറയുന്നത്. നമ്മുടെ കോഴ്സ് എടുത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മുടെ കോഴ്സിന്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതായത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ, ഡിസ്കഷൻ, ആൻസർ, അത് നോട്ടായിട്ടുണ്ടാവും, PDF ആയിട്ടുണ്ടാവും, ഡിസ്കഷൻ ആയിട്ട്, വീഡിയോ ക്ലാസ് ആയിട്ട് ഉണ്ടാവും. ഇനി 10ാമത്തെ യൂണിറ്റ് ആണ് കേരള സംസ്കാരം. കേരള ചരിത്രം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതല്ലേ. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുലശേഖര രാജാക്കന്മാര് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഐക്യ കേരള പിറവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് എന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ പഠിക്കാനുള്ളത് നവോത്ഥാന നായകന്മാരെ, അവരുടെ കോൺട്രിബ്യൂഷൻ, നവോത്ഥാന പ്രസ്ഥാനങ്ങള് അത് ഉണ്ട്. അതായത് ഇപ്പോ വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജമാണ്, 1836 കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അഞ്ചുതെങ്ങ് കലാപത്തിന്റെ വർഷം ആരുടെ നേതൃത്വത്തിൽ നടന്നു, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ പാഠപുസ്തക കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികൾ, ഇതും നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഇപ്പൊ ഏകദേശം സിലബസ് എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ മനസ്സിലായിണ്ടാവില്ലേ? ടീച്ചറെ എനിക്ക് സിലബസ് ഒന്നും അറിയില്ല എന്ന് ആരും ഇനി പറയില്ലല്ലോ, പറയരുത്. ഒരു 13 മിനിറ്റോളം എടുത്തിട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് സിലബസ് മുഴുവനായിട്ട് പറഞ്ഞത് ഈ ഒരു ഉദ്ദേശം കൊണ്ടാണ്. ഇന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. ഇനി ഈ സിലബസിലുള്ള ഓരോ മേഖലകളിലൂടെയും നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ഇനി സമയം കളയാനില്ല. എനിക്ക് എന്ത് വേണം? ഒരു ക്വിക്ക് റെസ്പോൺസ് വേണം. അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ പ്രാവശ്യം നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ വിലയിരുത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നത് എന്തിൽ നിന്നാണ്? കാലഗണന എന്ന് പറയുമ്പോൾ പ്രസിദ്ധീകരിച്ച വർഷം അറിയണം. അതിനനുസരിച്ച് ക്രമപ്പെടുത്തുക. അതല്ലാതെ ഒരു ക്രമം, ഇപ്പൊ വിഭക്തിയിലെ വിഭക്തി പ്രത്യയങ്ങളുടെ ഓർഡർ, നിപ്രസം, ഉപ്രസം, അത് പഠിച്ചു വെച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് നമ്മുടെ ക്ലാസ്സിലെ ലൈവ് ക്ലാസ്സിലും 5 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസിലും ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് പഠിച്ചു വെച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് അതൊന്ന് എഴുതി നോക്കിയാൽ തന്നെ ഏത് വിഭക്തിയാണ് ആദ്യം എന്നുള്ള കാര്യത്തില് കിട്ടും. ഇല്ലേ? ആ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നില്ലേ? അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് രാമായണത്തിലെ കാണ്ഡങ്ങള്. നമ്മുടെ കോഴ്സ് എടുത്ത കുട്ടികൾക്ക് അതൊരു കോഡായിട്ട് തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാലകനയോധിയിൽ ആരണ്യം തന്നിൽ പൊക്കു, കിഷ്കിന്ധ രാജനോട് സുന്ദരൻ യുദ്ധം ചെയ്തത് ഞാൻ പറഞ്ഞു കൊടുത്ത കോഡായിരുന്നു നമ്മുടെ കുട്ടികൾക്ക്. അപ്പോൾ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീച്ചറെ എനിക്ക് ആ കോഡ് ഓർമ്മ വന്നുകൊണ്ട് ആ ക്വസ്റ്റ്യൻ കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ കാലഗണന, ക്രമം തുടങ്ങിയ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ. എത്ര ചോദ്യങ്ങൾ ഉണ്ടാവും എന്നറിയോ? കാലഗണന, ക്രമം എന്നതിനെ മുൻനിർത്തി കഴിഞ്ഞ നെറ്റ് പരീക്ഷയ്ക്ക് എത്ര ചോദ്യം വന്നു എന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ മക്കളെ? 20 ചോദ്യമാണ് വന്നത്. 20 ചോദ്യമാണ് വന്നത്. ഇനി ചേരുംപടി ചേർക്കുക, 14 ചേരുംപടി ചേർക്കുകൾ വന്നിട്ടുണ്ട്. 14 ചോദ്യങ്ങളാണ് ചേരുംപടി ചേർക്കുക എന്ന വിഭാഗത്തിൽ നിന്ന് വന്നത്. ഇനി കൃതി രചയിതാക്കൾ എന്ന രീതിയിലും കവിതാ വരികൾ എന്ന രീതിയിലും വന്നിട്ടുണ്ട്. 3 മാച്ച് ദി ഫോളോയിങ് ആയിട്ട് കവിതാ വരികൾ വന്നിട്ടുണ്ട്. അതല്ലാതെ 2 ചോദ്യമായിട്ടും. അപ്പൊ കവിതാ വരികളിൽ നിന്ന് മാത്രം 5 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്.
ബാക്കി ക്വസ്റ്റ്യൻസ് മൊത്തം കൃതിരചയിതാക്കൾ എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിലാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ പരീക്ഷാ പേപ്പറിൽ ഇരുന്നവരുണ്ടായിരുന്നോ, പരീക്ഷാ ഹോളിൽ ഉണ്ടായിരുന്നവരുണ്ടായിരുന്നോ എങ്കിൽ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കി തെളിഞ്ഞ മനസ്സോടുകൂടി ഇനി വരുന്ന പരീക്ഷയ്ക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഇന്നത്തെ സെക്ഷൻ നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ എനിക്ക് ആകെ കൂടി പറയാനുള്ളതാണ്, എന്താണ്, ഒരു ക്വിക്ക് റെസ്പോൺസ് എനിക്ക് കിട്ടണം. പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ ഉടനെ ഞാൻ അടുത്ത ചോദ്യം തരും. റെഡിയാണോ? പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ ഉടനെ ഞാൻ അടുത്ത ചോദ്യം തരും. അപ്പൊ ഇനി ചില കുട്ടികൾക്ക് തോന്നും, ഇതിപ്പോ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഉത്തരമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, ഞാൻ ഉത്തരം പറഞ്ഞില്ലേ, അവൾ ഉത്തരം പറഞ്ഞില്ലേ, ഇനിയിപ്പൊ ഞാൻ ഉത്തരം പറയണ്ട, ഇനി ഞാൻ ഉത്തരം പറഞ്ഞത് തെറ്റാലോ. തെറ്റണമെങ്കിൽ അങ്ങോട്ട് തെറ്റട്ടെ. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തെറ്റ് തിരുത്തി പഠിക്കും. ഇനി നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നില്ല, സ്പീഡിൽ എഴുതിയെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ പോയിന്റ് വിടുക, നമ്മളത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും എന്തായാലും. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഇപ്പൊ നിങ്ങൾ കിട്ടിയ കാര്യങ്ങൾ ടീച്ചറെ വീണ്ടും വീണ്ടും പറയുമോ എന്ന് ചോദിക്കുന്നതിനെക്കാട്ടും നല്ലത് യൂട്യൂബിൽ വരുന്ന സമയത്ത് ആ ഒരു ചോദ്യത്തിന് ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ആ പോയിന്റ് എഴുതിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ക്ലിയർ അല്ലേ? തുടങ്ങല്ലേ? എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിന്നാൽ മാത്രമേ ഞാൻ 45 ക്വസ്റ്റ്യൻ 2 മണിക്കൂറോട് കവർ ചെയ്യാനായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. ഒപ്പം എക്സ്പ്ലനേഷനും വേണം. കാരണം എനിക്ക് നിർബന്ധമുണ്ട് നിങ്ങൾക്ക് ഇപ്രാവശ്യം JRF കൂടി പാസ്സാവണം. നോക്കുവോ, നെറ്റ് ക്വാളിഫൈ ഓർ നോട്ട് എന്നുള്ളതല്ല, നമുക്ക് നെറ്റ് കിട്ടണം. നെറ്റിന്റെ സ്കോർ വെച്ചിട്ട് നമുക്ക് PhDക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ടോപ്പ് സ്കോറിൽ എത്തിയാൽ നമുക്ക് JRFും കിട്ടും. ക്ലിയർ അല്ലേ? NFOBC പോലെയുള്ള സ്കോളർഷിപ്പ് എമൗണ്ട് വളരെയധികം കൂട്ടിയിട്ടുണ്ട്. NFOBC, NFSC, ST, പിന്നെ മുസ്ലിം കാറ്റഗറി, ഇതിലൊക്കെ സ്കോളർഷിപ്പ് ഉണ്ട്. JRFിൽ മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങിപ്പോയില്ല, നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ, നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ചേരുംപടി ചേർക്കലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കാലഗണനയെ പിടിച്ചിട്ടാണ് മൊത്തം തയ്യാറാക്കിയിരിക്കുന്നത്. ചോദ്യം 1, രാമചരിതത്തിന്റെ കാലം. നമുക്ക് പാഠ്യപ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രാമചരിതത്തെയാണ്. രാമചരിതം, തിരുനീളമാല, രാമകഥാപാട്ട് 3ഉം പഠിക്കേണ്ടതായിട്ടുണ്ട്. രാമചരിതത്തിന്റെ കാലം മാച്ച് ദി ഫോളോയിങ് ആണ്. മാച്ച് ദി ഫോളോയിങ് ആണ്. 12ാം ശതകം, 12 അല്ലെങ്കിൽ 13, 14ാം ശതകം, 14ാം ശതകത്തിന്റെ ഉത്തരാർദ്ധം. ഈ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളവരെ ആരൊക്കെയാണ് എന്നുള്ളതാണ് പറയേണ്ടത്. പറഞ്ഞേ, തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ. ഇനി ടീച്ചറെ 12ാം ശതകം എന്ന് പറഞ്ഞത് ഇന്ന ആളാണ്, അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ, അതായത് ഇപ്പൊ A 1 ഇതൊക്കെ അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയും ഉത്തരം പറയാം. ലിൻഷി ഓപ്ഷൻ A പറയുന്നുണ്ട്, വിധു ഓപ്ഷൻ A, ശ്രീലക്ഷ്മി ഓപ്ഷൻ A. ഒരുപാട് മിടുക്കരായിട്ടുള്ള അധ്യാപകർ നമ്മുടെ കൂടെ ഉണ്ട്. മിണ്ടാണ്ട് മടി പിടിച്ചിട്ട് എണ്ണ ഇരിക്കണ്ട, ഒക്കെ ഉത്തരം പറഞ്ഞു. ഇത് എവിടെ പറയുന്നുണ്ട്? ആഷ്യം പറയുന്നുണ്ട് D 2 ആണെന്ന് അറിയാം ടീച്ചറെ എനിക്ക്. ബാക്കിയുള്ളതിൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്, സാവധാനം മതി. എല്ലാവരും ഉത്തരം പറയണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് കേട്ടോ. എല്ലാവരും ഉത്തരം പറയണം നിർബന്ധമുണ്ട്, അതുകൊണ്ടാണ് വഴിക്ക് ഇത് ചോദിച്ചോണ്ടിരിക്കുന്നത്. വയലറ്റ് തന്നെയല്ലേ? ഓപ്ഷൻ A പറയുന്നുണ്ട്. ഗീതു ഓപ്ഷൻ A. പ്രതീക്ഷ, ആൽവിൻ, വിജിഷ, ശ്രീഷ്മ ഒക്കെ ഓപ്ഷൻ A പറയുന്നുണ്ട്. രാമചരിതത്തിന്റെ കാലത്തെ മുൻനിർത്തി പല ചരിത്രകാരന്മാർക്കിടയിൽ അല്ലെങ്കിൽ പണ്ഡിതന്മാർക്കിടയിൽ, നിരൂപകർക്കിടയിൽ വിവിധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഉള്ളത്. അപ്പോ 12ാം ശതകമാണ് രാമചരിതത്തിന്റെ കാലം എന്ന് പറയുന്നത് ആരാണ്? ഉള്ളൂരാണ്. ഉള്ളൂരിന്റെ അഭിപ്രായത്തിൽ 12ാം ശതകത്തിലെ രചിക്കപ്പെട്ടിട്ടുള്ള കൃതിയാണ് ഏത്? രാമചരിതം. അപ്പൊ ഓരോന്ന് പറയുമ്പോഴും ഇപ്പൊ ഇവിടെ കാർത്തിക ചെയ്ത പോലെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. നിങ്ങൾ ടൈപ്പ് ചെയ്യണോടുകൂടി നിങ്ങൾ അത് പഠിക്കും. പരീക്ഷയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരും. അപ്പൊ രാമചരിതം 12 കാലം എന്ന് പറഞ്ഞത് ആരാണ്? ഉള്ളൂരാണ്. ഇനി ഒരു കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു ടീമുണ്ട്, അതായത് 1 12 അല്ലെങ്കിൽ 13. അത് പറഞ്ഞത് ആരാണ്? 12 അല്ലെങ്കിൽ 13. KM ജോർജ് ആണ് പറഞ്ഞത്. എങ്ങനെ KM ജോർജ് പറഞ്ഞേ? രാമചരിതത്തിന്റെ കാലം 12 അല്ലെങ്കിൽ 13. ആ കൺഫ്യൂഷൻ ആർക്കായിരുന്നു? KM ജോർജിനായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് പരീക്ഷയ്ക്ക് ഇത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു PG നിലവാരത്തിലുള്ള ക്ലാസ് അല്ല ടീച്ചറുടെ, അങ്ങനെയൊന്നും ആർക്കും തോന്നരുതേ. നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്താ? ഈ വരുന്ന പരീക്ഷ JRF കൂടി പാസ്സാവുക എന്നുള്ളതാണ്. അപ്പൊ രാമചരിതത്തിന്റെ കാലം 12 ആണെന്ന് ഉള്ളൂര് പറഞ്ഞു. 12 ഒന്നല്ല, 12 അല്ലെങ്കിൽ 13 ആണെന്ന് ആര് പറഞ്ഞു? KM ജോർജ് പറഞ്ഞു. 14ാം ശതകമാണ് എന്ന് പറഞ്ഞത് ആരാ? 14ാം ശതകമാണ് എന്ന് പറയുന്നത് നമ്മുടെ ഇളംകുളമാണ്. ഇളംകുളമാണ് 14ാം ശതകം എന്ന് പറഞ്ഞത്. ഇനി 14ാം ശതകത്തിന്റെ ഉത്തരാർത്ഥം ഇതൊന്നല്ല മക്കളെ. 14ാം ശതകത്തിന്റെ ഉത്തരാർത്ഥം എന്നുള്ള അഭിപ്രായം കൊണ്ടുവരുന്നത് പുതുശ്ശേരി രാമചന്ദ്രനാണ്. പുതുശ്ശേരി രാമചന്ദ്രനാണ്. അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. A3, B1, C4, D2 രാമചരിതത്തിന്റെ കാലം. രാമചരിതത്തിന്റെ കാലം. ഇനി ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാട്ടിന്റെ ലക്ഷണം. ഏത് കൃതിയിലാണ് പാട്ടിന്റെ ലക്ഷണം കൊടുത്തിരിക്കുന്നത്? വേഗം മുഴുവൻ ടൈപ്പ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. യെസ്, ലീലാതിലകത്തിലാണ് പാട്ടിന്റെ ലക്ഷണം കൊടുത്തിരിക്കുന്നത്.
പാഠ്യപ്രസ്ഥാനം പ്രതിരോധവും സമന്വയവും ആരുടെ കൃതിയാ? വെരി ഗുഡ്. പാഠ്യപ്രസ്ഥാനം പ്രതിരോധവും സമന്വയവും ആരുടെ കൃതിയാണ് മക്കളെ? ഡോക്ടർ എസ് രാജശേഖരന്റെ കൃതിയാണ്. പാഠ്യപ്രസ്ഥാന സമന്വയവും പ്രതിരോധവും സമന്വയവും ഡോക്ടർ എസ് രാജശേഖരന്റെ കൃതിയാണ്. ഇനി തൊട്ടു മുമ്പ് നടന്ന പാർട്ട് ടൈം HSTയിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ത്? രാമചരിതത്തിലെ പാട്ടുകളുടെ എണ്ണം. രാമചരിതത്തിലെ പാട്ടുകളുടെ എണ്ണം പറഞ്ഞേ. നമ്മുടെ HST സ്റ്റുഡൻസ് ഒക്കെ ഇതിന്റെ ഉള്ളിലുണ്ട്. പറഞ്ഞേ. ഞാൻ പടലങ്ങളുടെ എണ്ണം അല്ല ചോദിച്ചത്. 18-14 പാട്ടുകളാണ് ഉള്ളത്. ഇവിടെ ആരാണെന്ന് പറഞ്ഞത്? സുഷ്മ പറഞ്ഞിട്ടുണ്ട് 164 എന്ന്. 164 പഠനങ്ങളും 18-14 പാട്ടുകളുമാണ്. ഇതൊക്കെ കൂടി നമുക്ക് തരുമ്പോൾ നമുക്ക് തെറ്റും. ഇതിപ്പോ 164 പാട്ടാണോ മറ്റേത് പടലാണോ എന്ന് നോക്കുക. 18-14 ഞാൻ അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്. 1814 പാട്ടുകളും 164 പടലങ്ങളുമാണ് രാമചരിതത്തിൽ ഉള്ളത്. ഇനി രാമചരിതത്തെ കളഞ്ഞു കിട്ടിയ നിധി എന്ന് വിശേഷിപ്പിച്ചതാരാ? രാമചരിതത്തെ കളഞ്ഞു കിട്ടിയ നിധി എന്ന് വിശേഷിപ്പിച്ചതാരാ? ആരാണ്? കളഞ്ഞു. ശ്രദ്ധിക്കമ്പാനെ സരികെ ശ്രദ്ധിക്കേ. ഞാൻ രാമചരിതത്തെ ചോദിച്ചത്. രാമചരിതത്തെ അമൃത, രാമചരിതത്തെ കളഞ്ഞു കിട്ടിയ നിധി എന്ന് വിശേഷിപ്പിച്ചത് ഗുണ്ടത്താണ് രാമചരിതത്തെ കളഞ്ഞു കിട്ടിയ നിധി. രാമകഥാപാട്ടിനെ PK നാരായണപിള്ള കളഞ്ഞു കിട്ടിയ നിധി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. രാമകഥാപാട്ടിനെ PK നാരായണപിള്ള മുത്തമിഴ് കാവ്യം കളഞ്ഞു കിട്ടിയ നിധി. അതുപോലെ തന്നെ ജനകീയ മഹാകാവ്യം എന്നൊക്കെ PK നാരായണപിള്ള ഏതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്? രാമകഥാപാട്ടിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. രാമചരിതകാരനെ മലയാളത്തിലെ ചോസർ എന്ന് വിശേഷിപ്പിച്ചതാരാ? രാമചരിതകാരനെ മലയാളത്തിലെ ചോസർ എന്ന് വിശേഷിപ്പിച്ചതാരാ? ഉള്ളൂരാണ്. ഇനി രാമചരിതകാരൻ രാമചരിതകാരൻ ആദിത്യവർമ്മ രാജാവാണ് എന്ന് P ഗോവിന്ദപിള്ള പറയുന്നുണ്ട്. വീരരാമവർമ്മയാണെന്ന് ഉള്ളൂർ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലെ അതിലെ സന്ദേശഹരനെ കുറിച്ചിട്ടുള്ള രാമചരിതം എഴുതിയിട്ടുള്ള ആളാരാണ് എന്നതിനെ കുറിച്ചിട്ട് വിവിധ പണ്ഡിത അഭിപ്രായങ്ങളുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കണം. രാമചരിതത്തിലെ ഭാഷയെ കുറിച്ചിട്ടുള്ള പണ്ഡിത അഭിപ്രായങ്ങളുണ്ട്. അത് നോട്ട് ചെയ്യണം. രാമചരിതത്തിനെ കുറിച്ചിട്ടുള്ള അതായത് വിമർശനങ്ങൾ അതെന്തൊക്കെയാണ്, ഏതൊക്കെ കൃതികളാണ് വന്നിട്ടുള്ളത്, പഠനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കണം. അതുപോലെ രാമചരിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണ്ഡിതാഭിപ്രായങ്ങൾ, അതായത് ചെന്തമിഴും മലയാളവും കലർത്തിയ മിശ്ര ഭാഷാ കൃതിയാണ് എന്ന് ആറ്റൂർ അഭിപ്രായപ്പെടുന്നു. ഇത്തരത്തിലുള്ള കുറച്ച് അഭിപ്രായങ്ങൾ ഉണ്ടല്ലോ, അതും നോട്ട് ചെയ്ത് വെക്കണം. രാമചരിതകാരനിൽ ഒളിഞ്ഞു കാണുന്ന അന്തസ്സാണ് എഴുത്തച്ഛനിൽ തെളിഞ്ഞു കാണുന്നത് എന്ന് P സേതുനാഥൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ രാമചരിതത്തിന്റെ കാലം കഴിഞ്ഞില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 14 ഇതൊന്നും പോരാണ്ട് 14 ശതകമാണ് എന്ന് R നാരായണ പണിക്കരും അഭിപ്രായപ്പെടുന്നുണ്ട്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ ചോദ്യം, കർത്തൃത്വം കൃത്യമായി രേഖപ്പെടുത്തിയ പ്രാചീന ചമ്പു. നമ്മൾ നേരെ ചാടിയിട്ടോ. അപ്പൊ ഇതിനിടയിൽ തിരുനിഴൽമാലയും രാമകഥാപാട്ടും പഠിച്ചു വെക്കുക. ചമ്പു കർത്തൃത്വം കൃത്യമായി രേഖപ്പെടുത്തിയ പ്രാചീന ചമ്പു. ഉണ്ണിയച്ചി, ഉണ്ണിയാടി, ഉണ്ണിച്ചിരുദേവി ഭാഷാനൈഷധം. ചമ്പു കർത്തൃത്വം കൃത്യമായി രേഖപ്പെടുത്തിയ ചമ്പു കാവ്യം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കർത്തൃത്വം കൃത്യമായി രേഖപ്പെടുത്തിയ ചമ്പു. മക്കളേലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലേ? എല്ലാവരും ഓപ്ഷൻ D ആണ് പറയുന്നത്. അഷ്ടമി, ലിൻഷി, ആശ, ദേവിക്ക് ഓപ്ഷൻ B ഡൗട്ട് ഉണ്ട്. കണ്ടട്ടെ. ഓപ്ഷൻ A ആണ്. ഉണ്ണിയച്ചി ചരിതത്തിലാണ്. ഉണ്ണിയച്ചി കർത്തൃത്വം കൃത്യമായി രേഖപ്പെടുത്തിയ ചമ്പു. ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഏതിനാണോ പ്രാധാന്യം അത് നമ്മൾ ആദ്യം പറയണം. ഉണ്ണിയച്ചിയാണ്. ഇവിടെ രഞ്ജിനിയും നമിതയും ഒക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഉണ്ണിയച്ചിയാണ്. ഇത് മുൻകാല ചോദ്യപേപ്പറിൽ നിന്നെടുത്ത ഒരു ചോദ്യമാണ്. നോക്കൂ, ഈ ഉണ്ണിയച്ചി, ഉണ്ണിയാടി, ഉണ്ണിച്ചിരുദേവി, ഇതിന്റെ ഓർഡർ എങ്ങനെയാ? ഏറ്റവും ആദ്യം ഏതാ? അച്ചി ചിരുദേവി ആടി എന്ന് പഠിച്ചു വെക്കുക. അച്ചി ചിരുദേവി ആടി എന്ന് പഠിച്ചു വെക്കുക. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണിയാടി ചരിതം. അച്ചി ചിരുദേവി ആടി എന്ന് പഠിച്ചു വെക്കുക. നമ്മുടെ കോഴ്സ് എടുത്ത കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. HSSTയുടെ കോഴ്സിലെ ലൈവ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതെ, ഇവിടെ ആരെയും ടൈപ്പ് ചെയ്യുന്നുണ്ട്. അച്ചി ചിരു ആടി എന്ന്. അച്ചി ചിരുദേവി ആടി വിധു. യെസ്, അച്ചി ചിരുദേവി ആടി എന്ന് പഠിച്ചു വെച്ചാൽ ഇതിന്റെ ഓർഡർ നമുക്ക് കിട്ടി. ഉണ്ണിയച്ചി ചരിതം ദേവൻ ചിരികുമാരൻ രചിച്ചു. ഉണ്ണിയച്ചി ഏത് നാണയാണ് ഉണ്ണിയച്ചിയിൽ വരുന്നത്?
ഉണ്ണിയച്ചിയിൽ വരുന്ന നാണയം, വേഗം വേഗം. ആനയച്ച്, ഉണ്ണിയച്ചി, ആനയച്ചി. അപ്പൊ ആനയച്ച്. ചോനക കുതിരയെ ചേണാറ്റ് വിറ്റാൽ ആനയച്ചുടൻ 1000 കിട്ടലാം. ഹൊയ്സാല രാജ്യത്തിന്റെ തലസ്ഥാനമായ ധോര സമുദ്രത്തെ കുറിച്ചിട്ടുള്ള പരാമർശം കാണുന്നു. തൃച്ചമരി, തിരുമരുതൂർ, തിരുനെല്ലി എന്നീ പ്രദേശങ്ങളുടെ വർണ്ണന കാണുന്നു. കർത്തൃത്വ വ്യക്തതയുള്ള പ്രാചീന ചെമ്പ് കൂടിയാണ് ഉണ്ണിയച്ചി ചരിതം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഈ ഉണ്ണിയച്ചി ചരിതത്തിനും ഉണ്ണിയാടി ചരിതത്തിനും ഉണ്ണിച്ചിരുദേവി ചരിതത്തിനും ഈ പേര് കൊടുത്തത് ആരാ? ഉണ്ണിയച്ചി ചരിതത്തിനും ഉണ്ണിയാടി ചരിതത്തിനും ഉണ്ണിച്ചിരുദേവി ചരിതത്തിനും ഈ പേര് കൊടുത്തത് ആരാ? ഉള്ളൂരാണേ, തെറ്റിക്കരുത്. ഇതിനൊക്കെ പേര് കൊടുത്തു വെക്കുന്നത് ഉള്ളൂരാണ് കേട്ടോ. ഇനി ചോഗിരം ഗ്രാമത്തെ വർണ്ണിക്കുന്ന കാവ്യം ഏതാ? ചോഗിരം ഗ്രാമത്തെ വർണ്ണിക്കുന്ന കാവ്യം ഗദ്യോത കൽപ്പം കളിത രുചി എന്ന് തുടങ്ങുന്ന വരികളുള്ളത്. പുതുമലർ കാവിൽ വന്നെഴു ഇളം കൊടികളും എന്ന് തുടങ്ങുന്ന വരികളുള്ളത്. സന്ദേശപ്പാട്ട്, അമ്മാനപ്പാട്ട്, അതൊക്കെ ഏതാണ്? ഉണ്ണിച്ചിരുദേവി ചരിതമാണ്. ഇനി ഉണ്ണിയാടി ചരിതത്തിലേക്ക് എത്തുമ്പോഴാണ് ദാമോദര ചാക്യാർ വരുന്നത്. അതുപോലെ തന്നെ തുലുക്ക കാശിനെ കുറിച്ചിട്ട് പരാമർശം വരുന്നത്. നോട്ട് ചെയ്ത് വെക്കുക, കൃത്യമായിട്ട് പഠിക്കുക മക്കളെ. ഭാഷാ നൈഷധം ചെമ്പും അക്ഷരമാലയും തമ്മിലുള്ള ബന്ധം എന്താ? ഭാഷാ നൈഷധം ചെമ്പുവും അക്ഷരമാലയും തമ്മിലുള്ള ബന്ധം. ഭാഷാ നൈഷധം ചെമ്പു 51 അക്ഷരാളി. ഭാഷാ നൈഷധം ചെമ്പു ആരുടെയാ? ഭാഷാ നൈഷധം ചെമ്പു ആരുടെ കാവ്യമാണ്? ഭാഷാ നൈഷധം ചെമ്പു, യെസ്. ചെമ്പു ഗദ്യം രചിക്കാൻ ഉപയോഗിക്കുന്ന വൃത്തം, ചെമ്പുവിന്റെ വൃത്തം ദണ്ഡകമല്ല, അങ്ങനെയല്ല, മഴമംഗലം. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ചെമ്പുവിന്റെ വൃത്തം എന്താ? ചെമ്പു ഗദ്യം രചിക്കാൻ ഉപയോഗിക്കുന്ന വൃത്തം തരങ്കിണിയാണ്. ശ്രദ്ധരയല്ല, രണ്ടുപേരും ശ്രദ്ധര എന്ന് പറഞ്ഞിട്ടുണ്ട്. തരങ്കിണിയാണ്. ഇവിടെ വിനീഷ ഇക്ഷു എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, ചെമ്പു ഗദ്യം രചിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ദണ്ഡകമാണ് ചണ്ഡവൃഷ്ടി പ്രയാതവും ഇക്ഷുദണ്ഡികയും. നമ്മുടെ ഇവിടെ കൂട്ടത്തിൽ ആരോ വിനീഷയാണെന്ന് തോന്നുന്നു ഇക്ഷു എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ ശ്രദ്ധിക്കുക, ദണ്ഡകം എന്ന് പറയുന്നത് ഒരു പാദത്തിൽ 26 മേൽ അക്ഷരമുള്ളതിനെയാണ് നമ്മൾ ദണ്ഡകം എന്ന് വിളിക്കുന്നത്. 26 അക്ഷരത്തിന് മേലുള്ള സമവൃത്തമാണ് ദണ്ഡകം. ഈ സമവൃത്തം എന്നുള്ളതും കൂടി പഠിച്ചു വെക്കണേ. അപ്പൊ ചെമ്പു ഗദ്യം രചിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ദണ്ഡകങ്ങളാണ് ചണ്ഡവൃഷ്ടി പ്രയാതവും ഇക്ഷുദണ്ഡികയും. ഓക്കെ, ഇനി ഭാഷാരാമായണം ചെമ്പു ആരുടെയാ? ഭാഷാരാമായണം ചെമ്പു, ഭാഷാരാമായണം ചെമ്പു പുനൻ നമ്പൂതിരിയുടേതാണ്. ഭാഷാരാമായണം ചെമ്പു ആദ്യമായി പ്രസിദ്ധീകരിച്ച വ്യക്തിയുടെ പേരെന്താ? ഭാഷാരാമായണം ചെമ്പു ആദ്യമായി പ്രസിദ്ധീകരിച്ച വ്യക്തിയുടെ പേര് പറഞ്ഞേ നമ്മുടെ പിള്ളേരോടെ. ശങ്കരമേനോനൊന്നുമല്ല. ഭാഷ PK അല്ല. ഭാഷാരാമായണം ചെമ്പു ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്, യെസ്, വെരി ഗുഡ് ശ്രീഷ്മ, ചിദംബര വാര്യർ. ചിദംബരം വാദ്യ അദ്ദേഹമാണ് ആദ്യമായിട്ട് അത് ആക്കിയത്. അപ്പൊ കൃത്യമായിട്ട് മഴമംഗലത്തിന്റെ നൈഷധം ചെമ്പു. ഇനി നമ്മുടെ ശൃംഗാര ചന്ദ്രികയും സംഗീതകേതുവും നായകന്മാരായി വരുന്ന ഏതാ? ശൃംഗാര ചന്ദ്രികയും സംഗീതകേതുവും. കൊടിയ വിരഹം. അപ്പൊ രാജരത്നാവലയത്തിലെ നായകന്മാരുടെ പേര് പറഞ്ഞേ. രാജരത്നാവലയത്തിലെ നായകന്മാരുടെ പേര് രാജരത്നാവലീയം, മന്ദാരമാലയും രാമവർമ്മനും. യെസ്. ഇനി പ്രാഞ്ജലി എന്ന് പറയുന്ന വ്യാഖ്യാനം ഏതുമായി ബന്ധപ്പെടുന്നു? പ്രാഞ്ജലി വ്യാഖ്യാനം ഏത് കൃതിക്കുണ്ടായ വ്യാഖ്യാന? പ്രാഞ്ജലി വ്യാഖ്യാനം. ഉത്തരം പറ മക്കളെ. പ്രാഞ്ജലി ഭാഷാ നൈഷധം ചെമ്പുവിന് ഉണ്ടായിട്ടുള്ള വ്യാഖ്യാനമാണ് പ്രാഞ്ജലി വ്യാഖ്യാനം. പാട്ടത്തിൽ പത്മനാഭമേനോൻ, വെരി ഗുഡ് ലിൻഷി, വിസ്മയ, കാർത്തിക, ആശ്വിൻ. യെസ്. ഇനി ഞാൻ ചോദിക്കട്ടെ, മർമ്മപ്രകാശം ഏത് കൃതിയുടെ വ്യാഖ്യാന? മർമ്മപ്രകാശം ഏത് കൃതിയുടെ വ്യാഖ്യാന? മർമ്മപ്രകാശം മയൂര സന്ദേശത്തിന് AR രചിച്ച വ്യാഖ്യാനമാണ് മർമ്മപ്രകാശം. മയൂര സന്ദേശത്തെ മയൂരദൂതം എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയതാരാ? മയൂര സന്ദേശത്തെ മയൂരദൂതം എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയതാരാ? ഡോക്ടർ PK നാരായണപിള്ള. പീകോക്ക് മെസ്സഞ്ചർ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയതാരാ? പീകോക്ക് മെസ്സഞ്ചർ എന്ന പേരിലെ ഉള്ളൂർ. വെരി ഗുഡ് രസിത, വെരി ഗുഡ്.
മയൂര സന്ദേശത്തിന് പി കെ നാരായണപിള്ള എഴുതിയ വ്യാഖ്യാനത്തിന്റെ പേരെന്താ? മയൂര സന്ദേശത്തിന് പി കെ നാരായണപിള്ള എഴുതിയത്. മയൂര സന്ദേശം പി കെ നാരായണപിള്ള, കേരള ഹൃദയം. വെരി ഗുഡ്. ഉണ്ണിച്ചിരുദേവിയുടെ കാലം പറഞ്ഞേ. ഉണ്ണിച്ചിരുദേവി ചരിത്രത്തിന്റെ കാലം 13-ാം നൂറ്റാണ്ടിന്റെ അവസാനം, 14-ാം നൂറ്റാണ്ട്, 15-ാം നൂറ്റാണ്ടിന്റെ ഉത്തരഭാഗം, 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം. ഉണ്ണിച്ചിരുദേവി ഉണ്ണിച്ചിരുദേവി 14 കാർത്തികയെ പറയുന്നുണ്ട്. വിസ്മയെ പറയുന്നുണ്ട്, അഖിലയെ പറയുന്നുണ്ട്, ദേവി കൃഷ്ണ 14 എന്ന് പറയുന്നുണ്ട്. 13-ാം നൂറ്റാണ്ടിന്റെ അവസാനം, 14-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ 14-ാം നൂറ്റാണ്ടിൽ എവിടെ വേണമെങ്കിൽ വരാം. നോക്കൂ മക്കളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്നതിൽ ഏറ്റവും ആപ്റ്റ് ആയത് ഏതോ അതാണ് ആൻസർ. ഈ 13-ാം നൂറ്റാണ്ടിന്റെ അവസാനം എന്ന് പറയുന്നത് 14-ാം നൂറ്റാണ്ടല്ലേ എന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ ഉത്തരവില്ല. ഏറ്റവും ആപ്റ്റ് ആയത് ഏതോ, ഏറ്റവും ആദ്യം വരുന്നത് ഏതോ അതാണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയില്ലേ? 13-ാം നൂറ്റാണ്ടിന്റെ അവസാനം എന്ന് പറയുമ്പോൾ അതിനൊരു ആധികാരികത ഉണ്ട്. 14-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ കാടറച്ച് വെടിവെക്കുന്ന പോലെ അല്ലേ? അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണേ. അടുത്ത ചോദ്യം. ഇനി അപ്പൊ നോക്കുക, ഇവിടെ നമ്മൾ ഇനി ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യണം. അത് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒന്ന് നോട്ട് ചെയ്ത് എല്ലാവരും. മണിപ്രവാളം നോക്കണം. മണിപ്രവാള ലക്ഷണം. ലീലാതിലകം. ലീലാതിലകത്തിൽ എത്ര ശില്പങ്ങളുണ്ട്? ലീലാതിലകത്തിൽ എത്ര ശില്പങ്ങൾ? ലീലാതിലകത്തിൽ എത്ര ശില്പങ്ങള്? ലീലാതിലകത്തിൽ 8 ശില്പങ്ങളുണ്ട്. ഒന്നാമത്തെ ശില്പം. വേഗം വേഗം വേഗം, സമയങ്ങളില്ല. ഒന്നാമത്തെ ശില്പത്തിൽ എന്തൊക്കെ പറയുന്നു? 8 ശില്പങ്ങൾ. ഒന്നാമത്തെ ഇതില് മണിപ്രവാള ലക്ഷണം, പാട്ടിന്റെ മണിപ്രവാള ശരീരം, പാട്ടിന്റെ ലക്ഷണം. രണ്ടാമത്തെ ശില്പം, ഒന്നാം ശില്പം കഴിഞ്ഞു. 2. രണ്ടാമത്തെ ശില്പത്തിൽ എന്ത് പറയുന്നു? പറഞ്ഞ രണ്ടാമത്തെ ശില്പത്തില് കൃത്യമായിട്ട് പഠിച്ചേക്കണേ. ലീലാതിലകത്തിൽ എത്ര ശില്പങ്ങളുണ്ട്, ഓരോ ശില്പത്തിലും എന്തൊക്കെ പറയുന്നു, എന്തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നു. ഭക്തി, സന്ധി എന്നൊക്കെ പറയുന്നുണ്ട്. സന്ധി. 4-ാം ശില്പം അല്ല, 1 മണിപ്രവാള ലക്ഷണം, 2-ാം ശില്പത്തിൽ വ്യാകരണം, 3-ാം ശില്പത്തിൽ വ്യാകരണമാണ്, 1-ൽ സന്ധി, മറ്റേത് പറയുന്നുണ്ട്. 4-ാം ശില്പത്തിൽ കാവ്യദോഷം, 5-ാം ശില്പത്തിൽ കാവ്യഗുണം, പിന്നെ 6-ാം ശില്പത്തിലെ ശബ്ദം, 7-ലെ അർത്ഥം, 8-ാമത്തെ ഏറ്റവും അവസാനത്തെ ശില്പം. 8-ാമത്തെ ശില്പത്തിൽ എന്തിനെ കുറിച്ചുള്ള ചർച്ചയാ? രസം. വെരി ഗുഡ്, രസം. യെസ്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ മണിപ്രവാളം പഠിക്കണം. അതുപോലെ തന്നെ എന്ത് പഠിക്കണം? ശില്പങ്ങൾ ഏതൊക്കെയാണ് എന്ന് പഠിക്കണം. ലീലാതിലക ശില്പങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മണിപ്രവാള വൈശികതന്ത്രം തൊട്ട് പഠിക്കണം. മണിപ്രവാള ചമ്പുക്കൾ, പ്രാചീന മണിപ്രവാള ചമ്പുക്കൾ, ഉണ്ണിയേച്ചി, ഉണ്ണിച്ചിരുദേവി, ഉണ്ണിയാടി, സന്ദേശകാവ്യങ്ങൾ, ഉണ്ണുനീലി സന്ദേശം മുതലുള്ളത് പഠിക്കണം. മലയാള സന്ദേശകാവ്യങ്ങൾ പഠിക്കണം. സംസ്കൃത സന്ദേശകാവ്യങ്ങള്, ശുഭസന്ദേശം, മരവർണ്ണി, അതൊക്കെ പഠിച്ചു വെക്കണം. പിന്നെ നമ്മുടെ ചന്ദ്രോത്സവം വരെ പദ്യരത്നം. ഇത്രയും കാര്യങ്ങള്. ചമ്പു, രാമായണ ചമ്പു ഉണ്ട്, നൈഷധം ചമ്പു ഉണ്ട്. പിന്നെ കേരളീയരുടെ പ്രധാനപ്പെട്ട ചമ്പുക്കൾ ഏതൊക്കെയാണ് എന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി ഞാൻ നേരെ ചാടുകയാണ് എഴുത്തച്ഛനിലേക്ക്, നമ്മുടെ 2-ാമത്തെ യൂണിറ്റിലേക്ക്. എഴുത്തച്ഛന്റെ കല, എഴുത്തച്ഛന് മുൻപും പിൻപും എന്നീ കൃതികൾ രചിച്ചത്. എഴുത്തച്ഛനിൽ എവിടെയിൽ നിന്ന് വേണമെങ്കിൽ ചോദ്യം വരാട്ടോ. ഇപ്പൊ എഴുത്തച്ഛനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അതുകൊണ്ടാണ് ഞാനിവിടെ അതിനെ കുറച്ച് പ്രാധാന്യം നൽകിക്കൊണ്ട് അത് തന്നെ ആദ്യം പറഞ്ഞത്. പറഞ്ഞേ, പറയൂ. ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് പറയൂ. എഴുത്തച്ഛന്റെ സംഭാവനകളെ കുറിച്ചിട്ടും പ്രധാനപ്പെട്ട കൃതികളെ കുറിച്ചിട്ടും എഴുത്തച്ഛനെ കുറിച്ച് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പഠനത്തിനെ കുറിച്ചിട്ടും പഠിക്കണം. എഴുത്തച്ഛന്റെ കല, എഴുത്തച്ഛൻ മുൻപും പിൻപും എന്നീ കൃതികൾ രചിച്ചത് ആരാണ്? ഇത് പറയുന്നുണ്ട് ടീച്ചറെ, ബി എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല, അത്ര ഉറപ്പാണ് എന്നുള്ളത് പറയുന്നുണ്ട്. ഏതാണ്? ഓപ്ഷൻ ബി തന്നെയാണ്. വെരി ഗുഡ്, ഓപ്ഷൻ ബി തന്നെയാണ്. എഴുത്തച്ഛന്റെ കല, PK ബാലകൃഷ്ണൻ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടും ചോദിച്ചിട്ടുണ്ട്, അല്ലാതെ തന്നെ ചോദിച്ചിട്ടുണ്ട്. നമ്മിത ഒന്ന് ശ്രദ്ധിച്ചേ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. എഴുത്തച്ഛന്റെ കല, PK ബാലകൃഷ്ണൻ. എഴുത്തച്ഛന് മുൻപും പിൻപും CK ചന്ദ്രശേഖരൻ നായർ. ഇനി എഴുത്തച്ഛന്റെ മലയാളം ആരുടെയാ?
എഴുത്തച്ഛന്റെ മലയാളം. എഴുത്തച്ഛന്റെ മലയാളം. വെരി ഗുഡ് വിധു. LV രാമസ്വാമി അയ്യരുടേതാണ് എഴുത്തച്ഛന്റെ മലയാളം. വെരി ഗുഡ് വിസ്മയ. എഴുത്തച്ഛന്റെ മലയാളം LV രാമസ്വാമി അയ്യരുടേതാണ്. തുഞ്ചൻ പ്രബന്ധങ്ങൾ ആരുടെയാ? തുഞ്ചൻ പ്രബന്ധങ്ങൾ ആരുടെയാ? ഗുപ്തനാരുടെയാണ്. S ഗുപ്തനാരുടേതാണ് തുഞ്ചൻ പ്രബന്ധങ്ങൾ. ഇനി മലയാളത്തിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പച്ച മലയാള കൃതിയിലെ, അപൂർണമായിട്ടുള്ള ഒരു പച്ച മലയാള കൃതിയിലെ നമുക്ക് എഴുത്തച്ഛൻ എടുത്ത ഭാഷ ക്രമക്കണക്കെ ശരണം എന്ന് പറഞ്ഞതാരാ? കേരളം. വെരി ഗുഡ്. ഇവിടെ ഏതാണ് ആ കൃതി എന്നടക്കം പറഞ്ഞു. കേരളം എന്ന് പറയുന്ന കൃതിയിലെ ഈ അഭിപ്രായം കൊണ്ടുവന്നതാരാ? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് നമുക്ക് എഴുത്തച്ഛൻ എടുത്ത ഭാഷ ക്രമക്കണക്കെ ശരണം എന്ന് പറഞ്ഞത്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. അപ്പൊ എന്റെ അടുത്ത ചോദ്യം എന്തായിരിക്കും? ശബ്ദങ്ങളെ തനിക്ക് കീഴാക്കിയ ശക്തിയുക്തൻ എന്ന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ വിശേഷിപ്പിച്ചതാരാ? ശബ്ദങ്ങളെ ദാസരെ എന്ന പോലെ തനിക്ക് കീഴാക്കിയ ശക്തിയുക്തൻ എന്ന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ വിശേഷിപ്പിച്ചത് വള്ളത്തോളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണതിന് മുമ്പ് എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. എഴുത്തച്ഛന്റെ കല PK ബാലകൃഷ്ണനാണ്. എഴുത്തച്ഛൻ മുൻപും പിൻപും CK ചന്ദ്രശേഖരൻ നായരാണ്. തുഞ്ചൻ പ്രബന്ധങ്ങൾ ഗുപ്തൻ നായരാണ്. എഴുത്തച്ഛന്റെ മലയാളം LV രാമസ്വാമി അയ്യരാണ്. ഇത് ഒരുപാട് വട്ടം ചോദിച്ചതാണ്. ഇനിയും ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. അടുത്ത ചോദ്യം എഴുത്തച്ഛനെ മുൻനിർത്തിയിട്ടാണ്. തമിഴ് കവിതാ രീതികളായ പൈങ്കിളിക്കണ്ണി, പരാപരക്കണ്ണി എന്നിവയുടെ മാതൃക പിടിച്ചാണ് എഴുത്തച്ഛൻ തന്റെ കിളിപ്പാട്ടുകൾ തീർത്തത് എന്ന് അഭിപ്രായപ്പെട്ടത്. ഇത് വേണമെങ്കിൽ എഴുത്തച്ഛനുമായി ബന്ധപ്പെട്ട ചോദ്യം എന്നും പറയാം, വിമർശനവുമായി ബന്ധപ്പെട്ട ചോദ്യം എന്നും പറയാം. നിങ്ങൾ എങ്ങനെ വേണം കൊടുത്തോ. ഇത് ആരുടെയാ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് വട്ടം വന്നിട്ടുള്ളതാണ് ചോദ്യം. യെസ്, കോവണി നെടുങ്ങാടി. എല്ലാവർക്കും അറിയുന്നതാണ്. ആശ്വിനും ഇതും ഒക്കെ ഉറപ്പിച്ചു പറയുന്നുണ്ട് കോവണി നെടുങ്ങാടിയാണിത്. തമിഴ് കവിതകളായ പൈങ്കിളിക്കണ്ണി, പരാപരക്കണ്ണി എന്നിവയുടെ മാതൃക പിടിച്ചിട്ടാണ് എഴുത്തച്ഛൻ തന്റെ കിളിപ്പാട്ടുകൾ തീർത്തത് എന്ന് കോവണി നെടുങ്ങാടിയാണ്. പുതുമലയാൻമതൻ മഹേശ്വരൻ എന്ന എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചതാരാ? പുതുമലയാൻമതൻ മഹേശ്വരൻ എന്ന എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചതാരാ? വള്ളത്തോൾ എവിടെയാ വിശേഷിപ്പിച്ചേ? വള്ളത്തോൾ ഇത് എവിടെയാ വിശേഷിപ്പിച്ചേ? പുതുമലയാൻമതൻ മഹേശ്വരൻ എന്ന്. ഇഷ്ടമായിട്ട് അങ്ങനെ ചോദ്യം വരെ. സാഹിത്യമഞ്ജരി 3-ാം ഭാഗത്തിലെ കവിതയിലാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി കിളിപ്പാട്ടിന്റെ മണിപ്രവാളത്വം ആരുടെ കൃതിയാ? കിളിപ്പാട്ടിന്റെ മണിപ്രവാളത്വം. കിളിപ്പാട്ടിന്റെ മണിപ്രവാളത്വം PV കൃഷ്ണൻ നായരുടേതാണ്. വെരി ഗുഡ് മിതു. PV കൃഷ്ണൻ നായരുടേതാണ്. ഇനി നമ്മളൊന്ന് എഴുത്തച്ഛനിൽ നിന്ന് നമ്മളൊന്ന് ശാസനത്തിലേക്ക് ചാടുകയാണ്. അപ്പൊ എഴുത്തച്ഛനെ നോക്കുന്ന സമയത്ത് ഒപ്പം തന്നെ ചെറുശ്ശേരിയെയും കുഞ്ചൻ നമ്പ്യാരെയും കുറിച്ച് നോക്കണം. കുഞ്ചൻ നമ്പ്യാരുടെ പ്രധാനപ്പെട്ട തുള്ളലുകൾ ഏതൊക്കെ? തുള്ളലുകൾ ഏതൊക്കെ വിഭത്തിൽ വരുന്നു? സഭാപ്രവേശം ഏത് തുള്ളലാ മക്കളെ? സഭാപ്രവേശം ഏതും തുള്ളലാ? സഭാപ്രവേശം. സഭാപ്രവേശം. വടജനങ്ങളുടെ നടുവിലുള്ള ഒരു പടയണിക്കുക ചേരുവാൻ വടുവി എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരും എന്ന് പറയുന്ന സഭാപ്രവേശം പറയുന്നുള്ളത്. നിങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണമെന്നറിയോ? സഭാപ്രവേശം പറയുന്നുള്ളത്, കിരാതം ഓട്ടംതുള്ളൽ, ഗണപതി പ്രാതൽ ശീതങ്കം തുള്ളൽ, ഇങ്ങനെ പറഞ്ഞു പഠിക്കണം. ഇങ്ങനെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരിക്കലും തെറ്റില്ല. എനിക്കിത് എപ്പോഴും തെറ്റുന്ന ഒരു കാര്യമായിരുന്നു. ഞാനിത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സഭാപ്രവേശം. ഇനി മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. പറഞ്ഞേ, മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം ഏത് കൃതി? കിരാതത്തിന്റെ ഒപ്പം ഏത് തുള്ളലാണെന്നും കൂടി പറയണം. ആതിര, വിനിഷ, നൗഷിത, കിരാതം, സരിക, ഒപ്പം പറ. കിരാതം ഓട്ടംതുള്ളൽ, കിരാതം ഓട്ടംതുള്ളൽ. തുള്ളലിൽ പ്രത്യക്ഷപ്പെടുന്ന വിദൂഷകന്റെ പേരെന്താ? തുള്ളലിൽ പ്രത്യക്ഷപ്പെടുന്ന വിദൂഷകന്റെ പേര്. തുള്ളലിൽ പ്രത്യക്ഷപ്പെടുന്ന വിദൂഷകനാണ് മരവീടൻ. തുള്ളൽ വൃത്തം തരങ്കിണിയാണ്. അച്ചിക്ക് ദാസി പ്രവൃത്തി ചെയ്യുന്നവൻ കൊച്ചിക്ക് പോയെന്ന് തൊപ്പിയിട്ടിടണം. കല്യാണ സൗഗന്ധികം ശീതങ്കം തുള്ളൽ. കല്യാണ സൗഗന്ധികം ശീതങ്കം തുള്ളലിന്റെ പ്രത്യേകത എന്താ? കല്യാണ സൗഗന്ധികം ശീതങ്കം തുള്ളലിന്റെ പ്രത്യേകത എന്താ? കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ തുള്ളൽ കൃതിയാണ്. യെസ്, കല്യാണ സൗഗന്ധികം ശീതങ്കം തുള്ളൽ. ജൂബിലി മഹോത്സവം ആരുടെ തുള്ളൽ കൃതിയാ? ജൂബിലി മഹോത്സവം ആരുടെ തുള്ളൽ കൃതിയാ? വേഗം വേഗം, സമയം പോകുന്നു. വെൺമണി മഹന്റെ കൃതിയാണ്. ഏതൊക്കെ? ജൂബിലി മഹോത്സവവും അതുപോലെ തന്നെ പാഞ്ചാലി സ്വയംവരവും ഒക്കെ വെൺമണി മഹന്റെ കൃതിയാണ്. ഓക്കെ, ഇത് ചോദ്യം. റേഷ്യൻ സമ്പ്രദായങ്ങളെ കുറിച്ച് മേനോന്റെ മേനി ആരുടെയാ? മേനോന്റെ മേനി ചെറുകാടിന്റെയാണ്. അപ്പൊ തുള്ളലുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക.
ഇനി കാർണിവൽ തിയറി, ഭക്തിന്റെ കാർണിവൽ തിയറി ഉപയോഗിച്ചിട്ട് കുഞ്ചൻ നമ്പ്യാരെ പഠിച്ചത്. കാർണിവൽ തിയറി ഉപയോഗിച്ചിട്ട് കുഞ്ചൻ നമ്പ്യാരെ പഠിച്ചത് ആരാ? KN ഗണേഷ്. കൃതിയുടെ പേരെന്താ? കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും. തുള്ളൽ സാഹിത്യ ചരിത്രം ആരുടെയാ? തുള്ളൽ സാഹിത്യ ചരിത്രം VS ശർമ്മ. നോട്ട് ചെയ്ത് വെക്കുക. ശാസനം പഠിച്ചേ. ശാസനം നമ്മള് ഡിസ്കസ് ചെയ്തതാണ്. ലളിതം മലയാളം ഫ്രീ ലൈവ് സെക്ഷനിലുള്ള ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആണ് ഏത്? ശാസനം. ശാസനം പഠിക്കാനുള്ള കോഡുകൾ അടക്കം ഞാൻ എന്റെ കുട്ടികൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ശാസനം പഠിക്കാനുള്ള കോഡുകൾ അടക്കം എളുപ്പത്തിൽ പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചതാണ്. ശാസനം. ശാസനം പറഞ്ഞേ ഏതാണ്? മാമ്പിള്ളി ശാസനം. കോഡ് ഓർമ്മയുണ്ടോ? മാമ്പിള്ളി ശാസനത്തിന് പറഞ്ഞു തന്ന കോഡ് ഓർമ്മയുണ്ടോ മക്കളെ? സ്വസ്തിശ്രീ കൊല്ലം തോന്റി. ഈ സ്വസ്തിശ്രീ എന്ന് കേൾക്കുമ്പോഴും കൊല്ലം തോന്റി എന്ന് കേൾക്കുമ്പോഴും നമുക്ക് ഏത് ശാസനം ഓർമ്മ വരണം? മാമ്പിള്ളി ശാസനം നമുക്ക് ഓർമ്മ വരണം. മാമ്പിള്ളി ശാസനം ഇമ്പോർട്ടന്റ് ആണ്. മാമ്പിള്ളി ശാസനം. മാമ്പിള്ളി ശാസനത്തിന്റെ പ്രത്യേകത എന്താ? മാമ്പിള്ളി ശാസനത്തിന്റെ പ്രത്യേകത എല്ലാ ശാസ്ത്രങ്ങളെ കുറിച്ചിട്ടും കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ. കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ശാസനമാണ് മാമ്പിള്ളി ശാസനം. കൊല്ലത്തെ വല്ലഭന്റെ കൊട്ടയിൽ പാമ്പഴം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കണെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. ശ്രീ വല്ലഭൻ കോതയുടെ ശാസനമാണ് മാമ്പിള്ളി ശാസനം. കൊല്ലം നഗരത്തിന്റെ നിർമ്മാണത്തിന് ശേഷം എന്ന അർത്ഥത്തിലാകാം കൊല്ലം തോന്റി എന്നുള്ള വരുന്നത്. വേണാട്ട് രാജാക്കന്മാരുടെ പനങ്കാവി കൊട്ടാരത്തെ കുറിച്ചിട്ട് പറയുന്ന ശാസനങ്ങളിൽ ഒന്നാണ് ഏത് ശാസനം? നമ്മുടെ ഏത് ശാസനം? ഇത്. ഇനി അഞ്ചുവണ്ണം മണിഗ്രാമം. നമ്മളൊരു ത്രികോണം വരച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അഞ്ചുവണ്ണം മണിഗ്രാമം ശാസനം ഏതാ? അഞ്ചുവണ്ണം മണിഗ്രാമങ്ങളെ കുറിച്ച് പരാമർശമുള്ള 3 ശാസനം. ഒന്ന് ജൂതശാസനാണ്. വെരി ഗുഡ് ശ്രീഷ്മ. ഒന്ന് ജൂതശാസനം ഇവിടെ പറഞ്ഞു. രണ്ടാമത്തത് വിധു ജൂതശാസനം പറഞ്ഞു. അടുത്ത ശാസനം പറ. ഒന്ന് ജൂതശാസനാണ്. അടുത്തത് കോട്ടയം ചെപ്പേടുകൾ എന്നറിയപ്പെടുന്ന 2 ശാസനങ്ങളാണ്. ഒന്ന് തരിസാപ്പള്ളി ശാസനവും മറ്റൊന്ന് വീരരാഘവപ്പട്ടയവും. അപ്പോ കോട്ടയം ചെപ്പേടുകൾ എന്നറിയപ്പെടുന്നത് വീരരാഘവപ്പട്ടയവും തരിസാപ്പള്ളി ശാസനവുമാണ്. വീരരാഘവപ്പട്ടയത്തിലും തരിസാപ്പള്ളി ശാസനത്തിലും ജൂതശാസനത്തിലും അഞ്ചുവണ്ണത്തെ കുറിച്ചിട്ടും മണിഗ്രാമത്തെ കുറിച്ചിട്ടും പരാമർശം ഉണ്ട്. നോട്ട് ചെയ്ത് വെക്കുക. എപ്പോഴും ചോദ്യം വരുന്നതാണ്. വീരരാഘവപ്പട്ടയമാണ് സിറിയൻ ക്രിസ്ത്യൻ ചെപ്പേട് എന്നറിയപ്പെടുന്നത്. പാലിയം ശാസനം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? പാലിയം ശാസനം അറിയപ്പെടുന്ന മറ്റൊരു പേര് പാലിയം ശാസനോ? പാലിയം ശാസനം ശ്രീമൂലവാസ ചെപ്പേട്. അപ്പൊ ഹജൂർ ശാസനം. ഇവിടെ വിസ്മയ തെറ്റി പറഞ്ഞു. വിസ്മയക്കുട്ടി ഉത്തരം പറഞ്ഞേ. ഹജൂർ ശാസനം എന്നറിയപ്പെടുന്ന ശാസനം ഏതാ? അമൃതയും തെറ്റി പറഞ്ഞിട്ടുണ്ട്. ഹജൂർ ശാസനം എന്നറിയപ്പെടുന്ന ശാസനം ഏതാ? പാർത്ഥിവപുരം ശാസനാണ്. പാർത്ഥിവപുരം ശാസനമാണ് ഹജൂർ ശാസനം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പൊ സ്വസ്തിശ്രീ കൊല്ലം തോന്റി എന്നറിയപ്പെടുന്നത് മാമ്പള്ളി ശാസനാണ്. ജൂതശാസനവും വാഴപ്പിള്ളി ശാസനം. വാഴപ്പിള്ളി ശാസനത്തിൽ പരാമർശിക്കപ്പെടുന്ന നാണയം ഏതാ? വാഴപ്പിള്ളി ശാസനത്തിൽ പരാമർശിക്കപ്പെടുന്ന നാണയം വാഴയ്ക്ക് ദീനം. കോഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് പിള്ളേർക്ക്. വാഴയ്ക്ക് ദീനം എന്ന് പറഞ്ഞ് ആലോചിച്ചാൽ മതി. ദീനാരം. ദീനാരം ഏത് വിഭാഗത്തിൽപ്പെടുന്ന ശാസന മക്കളെ? ദീനാരം ആരുടെ രാജ്യത്തിന്റെ ശാസന? ദീനാരം എന്ന് പറയുന്ന റോമൻ നാണയം. അങ്ങനെ തന്നെ പഠിച്ചേക്കുക. ദേവദാസികളെ കുറിച്ച് പറയുന്ന ശാസനം. ദേവദാസികളെ കുറിച്ച് പറയുന്ന ശാസനം കോതരവിയുടെ ചോക്കൂർ ശാസനം. കാലക്രമത്തിൽ എഴുതുക. നമ്മള് പ്രാചീനത്തിൽ നിന്ന് വിട്ട് നേരെ ചാടി ആധുനികത്തിലേക്ക്. ആധുനിക കവിത്രയം കാലക്രമത്തിൽ എഴുതുക. ഉള്ളൂരിന്റെ കൃതികള് കാലക്രമത്തിൽ എഴുതുക. ആശാനും ഉള്ളൂരും വള്ളത്തോളിന്റെ ഒക്കെ പ്രധാനപ്പെട്ട കൃതികളും അവ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വർഷവും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. പല വട്ടങ്ങളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. ആശാന്, ഉള്ളൂര്, വള്ളത്തോള് പലപ്പോഴായിട്ട് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഇതിലേതാണ്? ഇത് എളുപ്പമാണ്. എളുപ്പത്തിൽ നമുക്ക് കിട്ടും. കരുണ, പിങ്കള, മഗ്ധൻ എന്ന് പറയും. കരുണ ആരുടെ കൃതിയാ? കരുണ ആശാന്റെ കരുണയുടെ വർഷം എല്ലാവരുടെയും വയസ്സ് വെച്ചിട്ട് പഠിച്ചു വെച്ച് കിട്ടും. ഞാനൊക്കെ അങ്ങനെയാണ് പഠിക്കാറ്. എനിക്ക് തെറ്റിപ്പോകുന്നതുകൊണ്ട് പലപ്പോഴും ഞാൻ ലീലയ്ക്ക് ഇത്ര വയസ്സ്, ദുരവസ്ഥക്ക് ഇത്ര, അങ്ങനെ ഞാൻ പഠിച്ചു വെക്കും. കരുണ 1924 ആശാന്റെ അവസാനത്തെ കാവ്യം എന്നറിയപ്പെടുന്നതാണ്
കരുണ. പിങ്കളയുടെ വർഷം പിങ്കള 1929 പിങ്കള വരുന്നത്. പിങ്കള 1929 വരുന്നത്. പിങ്കള. അതിനുശേഷമാണ് മഗ്ദലന മറിയം വരുന്നത്. വർഷങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഇനി വർഷങ്ങൾ പഠിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്കൊരു പുസ്തകം പറഞ്ഞിട്ടെ. വർഷങ്ങള് നമുക്കിതിൽ പറയുന്നത് മുഴുവൻ ശരിയാണ് എന്നുള്ള കാര്യമൊന്നും എനിക്ക് ഉറപ്പില്ല. എങ്കിലും ആധുനിക മലയാള സാഹിത്യ ചരിത്രം, നമ്മുടെ KM ജോബ് സാർ എഡിറ്റ് ചെയ്തിട്ടുള്ള ആധുനിക മലയാള സാഹിത്യ ചരിത്രത്തിന്റെ ഏറ്റവും ബാക്ക് സൈഡ് എടുത്താൽ അതിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓരോ ആളുകളുടെ പേരും അവരുടെ പ്രധാനപ്പെട്ട കൃതികളും ഗ്രന്ഥപരിചയം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതില് ഏകദേശം എല്ലാ വർഷങ്ങളും കിട്ടാറുണ്ട്. ഞാൻ പഠനത്തിന് ആധികാരികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ് ആധുനിക മലയാള സാഹിത്യ ചരിത്രം. എരുമേലിയുടെ പുസ്തകം റെഫർ ചെയ്യുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ തെറ്റുകളുണ്ട് എന്ന് വെച്ചാൽ ഇതിൽ തെറ്റുകൾ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, താരതമ്യേന തെറ്റുകൾ കുറവാണ്. ഒരു ആധികാരികമായിട്ടുള്ള റെഫറൻസ് ഗ്രന്ഥം എന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒന്ന് ഇത്. പിന്നെ മലയാള സംസ്കാര സർവസ്വം എന്നുള്ള പുസ്തകവും പന്മനയുടെ സമ്പൂർണ്ണ സാഹിത്യ ചരിത്രവും. ഓക്കെ, കഴിവതും ഗൈഡുകളിൽ വരുന്നതൊക്കെ പഠിക്കുന്നുണ്ട് ചെയ്യാൻ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ആശാന്റെയും ഉള്ളൂരിന്റെയും വള്ളത്തോളിന്റെയും പ്രധാനപ്പെട്ട കാവ്യങ്ങള് കൃത്യമായിട്ട് വർഷങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. ഓക്കെ, ഇനി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കവിതയാണ് തന്നിട്ടുള്ളത്. വരികൾ ഏത് കവിതയിലേതാണെന്ന് പറയണം, ആരെഴുതിയതാണെന്നും പറയണം, ചോദ്യത്തിന് ഉത്തരവും പറയണം. പറഞ്ഞേ. മലരൊളി തിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാനുഴവി കൽപ്പന ദിവ്യമൊരഴകിനെ എന്നെ മറന്നു ഞാൻ. ഈ കാവ്യഭാഗം വെളിപ്പെടുത്തുന്ന ഭാവുകത്വം എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്ത് തെറ്റിയതാണ്. ഇത് ഏത് കവിതയിലേതാണെന്ന് പറയണം, ആരുടെ കവിതയാണെന്ന് പറയണം. ഇത് സിമ്പിൾ ആണ്. കഴിഞ്ഞ ഈ അടുത്ത് നടന്ന SSLC മലയാളം പരീക്ഷയിലെ വരികളൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കുഴപ്പിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ എന്ന് തുടങ്ങുന്ന ചങ്ങമ്പുഴയുടെ മനസ്സുനിയിലെ വരികളാണ്. ഇനി ഇതിലേതാ മനസ്സുനി എന്ന് പറയുമ്പോൾ, ചങ്ങമ്പുഴ എന്ന് പറയുമ്പോൾ നിയോക്ലാസിസ് ആണോ, മിസ്റ്റിസിസം ആണോ, സിംബലിസം ആണോ, കാൽപ്പനികതയാണോ? മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എന്നൊക്കെ പറയുമ്പോൾ അത് ഏതാണ്? ഉറപ്പിച്ചു പറയാല്ലേ കാൽപ്പനികതയാണ് എന്നുള്ളത്. അപ്പൊ വരികൾ നോക്കണം. എനിക്കിപ്പോ എല്ലാ വരികളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റില്ല, എങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആശാൻ കവിതകളിലെ വരികളൊക്കെ കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കുക. നമുക്ക് പരിചിതമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ സമകാലിക ഉത്തരാധുനിക കവിതയുമാണ് സാധാരണയായിട്ട് ചോദിക്കാറുള്ളത്. അപ്പൊ ഏകദേശം ഒക്കെ ഒന്ന് നോക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി വള്ളത്തോളിലേക്ക് കടക്കുകയാണ്. വള്ളത്തോളിന്റെ കൊച്ചു സീതയ്ക്ക് സഞ്ജയൻ രചിച്ച ഹാസ്യാനുകരണം. പറഞ്ഞേ. ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വേഗം പോവാണ്. വള്ളത്തോളിന്റെ കൊച്ചു സീത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. വള്ളത്തോളിന്റെ കൊച്ചു സീത എന്ന് പറയുന്ന കാവ്യം. കൊച്ചു സീതയ്ക്ക് സഞ്ജയൻ MR നായർ എന്നുള്ള സഞ്ജയൻ രചിച്ചിട്ടുള്ള ഹാസ്യാനുഗ്രഹണം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കൊച്ചു സീത. നേരത്തെ മഗ്ദലന മറിയത്തിന്റെ വർഷമല്ലേ എനിക്ക് കിട്ടാഞ്ഞത്. മഗ്ദലന മറിയത്തിന്റെ വർഷം 1921 ബൈബിൾ പശ്ചാത്തലമാക്കിയിട്ട് രചിച്ചതാണ്. മഞ്ചരി വൃത്തമാണ്. കരുണ 24, 29. വള്ളത്തോളിന്റെ കൊച്ചു സീതയ്ക്ക് സഞ്ജയൻ രചിച്ച ഹാസ്യാനുകരണം കുഞ്ഞിമാതയാണ്. കുഞ്ഞിമാത 1929 കൊച്ചു സീത എന്ന് പറയുന്ന വള്ളത്തോളിന്റെ കാവ്യം വരുന്നത്. കുഞ്ഞിമാതയാണ് സഞ്ജയൻ രചിച്ച ഹാസ്യാനുകരണം. വള്ളത്തോള് വിവേകാനന്ദനെ പറ്റിയിട്ട് എഴുതിയ കവിത ഏതാ? വള്ളത്തോള് വിവേകാനന്ദനെ പറ്റിയിട്ട് എഴുതിയ കവിത ഏതാ? കൃഷ്ണപ്പരന്റെ. മലയാളത്തിന്റെ തല എന്ന പേരിലെ ചെമ്പകവല്ലി കഥാപാത്രം ഒരു പത്രക്കുറിപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തെ, ഇൻസിഡന്റിനെ അടിസ്ഥാനമാക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. ശങ്കരാചാര്യനെ പറ്റിയിട്ട്. യെസ്. വള്ളത്തോളിന്റെ കൃതികളെ പറ്റിയിട്ട് ശൈലീ പഠനം നടത്തിയതാരാ? വള്ളത്തോളിന്റെ കാവ്യശൈലി അനിൽ വള്ളത്തോളാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ജി ശങ്കരക്കുറുപ്പിന്റെ സൂര്യകാന്തിക്ക് അവതാരിക എഴുതിയത്. പ്രധാനപ്പെട്ട എല്ലാ അവതാരികകളും പഠിച്ചു വെക്കുക. എവിടെ നിന്ന് ചോദ്യം വരുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല.
ജി ശങ്കരക്കുറുപ്പിന്റെ സൂര്യകാന്തിക്ക് അവതാരിക എഴുതിയതാരാ? സൂര്യകാന്തിക്ക് അവതാരിക എഴുതിയത് വേഗം പറഞ്ഞേ. എൻ വി കൃഷ്ണവാര്യര്, എൻ വി കൈനിക്കര കുമാരപിള്ള. ജി ശങ്കരക്കുറുപ്പിന്റെ സൂര്യകാന്തിക്ക് അവതാരിക എഴുതിയത് കൈനിക്കര കുമാരപിള്ള. നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. ജി ശങ്കരക്കുറുപ്പിന്റെ വിലാസലഹരിക്ക് അവതാരിക എഴുതിയത് ആരാ? ജി ശങ്കരക്കുറുപ്പിന്റെ റൂബായിയാത്തിന്റെ തർജ്ജമയായിട്ടുള്ള വിലാസലഹരിക്ക് അവതാരിക എഴുതിയത് ആരാ? വിലാസലഹരിക്ക് അവതാരിക എഴുതിയത് ചങ്ങമ്പുഴയുടെ സങ്കല്പകാന്തിക്ക് അവതാരിക എഴുതിയത് കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിക്ക് അവതാരിക എഴുതിയത് കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിളയുടെ ശ്രീയേശു വിജയത്തിന് അവതാരിക എഴുതിയത് ശേഷഗിരി പ്രഭുവിന്റെ വ്യാകരണ മിത്രത്തിന് അവതാരിക എഴുതിയത്. ഇതൊക്കെ അവതാരിക എഴുതിയത് ഉള്ളൂരാണ്. ഉള്ളൂർ രചിച്ചിട്ടുള്ള പച്ചമലയാള കൃതി ഏതാ? ഉള്ളൂർ രചിച്ചിട്ടുള്ള പച്ചമലയാള കൃതി ഒരു നേർച്ചയാണ്. ഓക്കെ, അപ്പൊ ആധുനികതയിൽ നിന്ന് നമ്മൾ വേഗം ഉത്തരാധുനികതയിലേക്ക് ചാടി. ചേരുംപടി ചേർക്കുക. ആലപ്പുഴ വെള്ളം, മാട്രിമോണിയൽ, കുടപ്പന, ദൈവപ്പാതി. ബിന്ദു കൃഷ്ണൻ, എസ് ജോസഫ്, കെ ആർ ടോണി, അനിത തമ്പി. ഉള്ളൂർ രചിച്ച പച്ചമലയാള കൃതി ഒരു നേർച്ചയാണ്. തങ്കമ്മ എന്നുള്ള കൃതിയുടെ പന്തളത്തിന്റെ തങ്കമ്മയ്ക്ക് 2ാം ഭാഗം എഴുതിയിട്ടുണ്ട്. ഈ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞേ. ആലപ്പുഴ വെള്ളം. ദൈവപ്പാതി. ദൈവപ്പാതി ആരുടെ കൃതിയാ? ദൈവപ്പാതി ആരുടെ കവിതയാ? ദൈവപ്പാതി ആരുടെ കവിതയാ? അത് കിട്ടിയ മാത്രം ഉത്തരം കിട്ടും നമുക്ക്, ഇല്ലേ? ദൈവപ്പാതി ഓപ്ഷൻ ഡി. ഏതാണ്? കെ ആർ ടോണിയുടേതാണ്. അപ്പൊ ആലപ്പുഴ വെള്ളം ആരുടെ കൃതിയാണ് മക്കളെ? ആലപ്പുഴ വെള്ളം അനിത തമ്പിയുടേതാണ്. മാട്രിമോണിയൽ ആരുടെ കവിതയാണ്? മാട്രിമോണിയൽ ബിന്ദു കൃഷ്ണന്റേതാണ്. ദൈവത്തിന്റെ സ്വന്തം തൊട്ടാൽ വാടരുത് തുടങ്ങിയ കവിതകൾ എഴുതിയ ബിന്ദു കൃഷ്ണൻ. പിന്നെ കുടപ്പന എന്നുള്ളത് ആരുടേതാണ്? എസ് ജോസഫിന്റേതാണ്. കറുത്ത കല്ല്, മീൻകാരൻ. പിന്നെ ഏതൊക്കെയാ? എസ് ജോസഫിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. ജോസഫ് മാഷിന്റെ നോട്ട് ചെയ്ത് വെക്കുക, എപ്പോഴും ചോദിക്കുന്നതാണ്. ദൈവപ്പാതി കെ ആർ ടോണിയുടേതാണ്. അപ്പോ ബിന്ദു കൃഷ്ണനും എസ് ജോസഫും കെ ആർ ടോണിയും അനിത തമ്പിയും കനം വീരാൻകുട്ടിയും റഫീഖ് അഹമ്മദും ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ വാക്കൂർ നന്നങ്ങാടി. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഇതൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ചെറുകഥ. ഞാൻ ചെറുകഥയിലേക്ക് കടക്കുമ്പോൾ എനിക്ക് ഇത് ഇൻട്രൊഡക്ഷൻ പറയാതെ പറ്റില്ല. കാലഘട്ടം പഠിക്കണം, പ്രധാനപ്പെട്ട കഥകൾ പഠിക്കണം, കഥകൾ കഥാകൃത്തുക്കൾ പഠിക്കണം. വോയിസ് എറർ ഇല്ലാന്ന് വിചാരിക്കുന്നു, നല്ല കാറ്റും മഴയാണ്. ഓക്കെ, കാലഘടനാ ക്രമം പഠിക്കണം, കഥാപ്രമേയം പഠിക്കണം, കഥാപാത്രങ്ങൾ പഠിക്കണം, ഒരു കഥ തുടങ്ങുന്നത് എങ്ങനെ ഒടുങ്ങുന്നത് എങ്ങനെ എന്നുള്ള രീതിയും പഠിക്കണം. ഇതൊക്കെ ചോദ്യമായിട്ട് വരും. ഓക്കെ, ഇതൊക്കെ ചോദ്യമായിട്ട് വരും. ഇനി കാലഗണനാക്രമം നിങ്ങൾക്ക് ഇപ്പൊ എന്തായാലും 20 ദിവസം ഉണ്ട്. എവിടെന്നെങ്കിലും നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റാവുന്ന ഒരു പുസ്തകമാണ് ആധുനിക മലയാള സാഹിത്യ ചരിത്രം എന്നുള്ളത്. ഇതെടുക്കുക. ഇതല്ല എങ്കിൽ പിന്നെ ഏതാണ് പുസ്തകം? നമ്മുടെ മലയാള ചെറുകഥാ സാഹിത്യ ചരിത്രം. ഈ 2 പുസ്തകം എടുത്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കഥാകാരന്മാര് അവരുടെ പ്രധാനപ്പെട്ട കഥകള് അതിന്റെ വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഇപ്പൊ ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ എം ടി വാസുദേവൻ നായർ, എം ടിയുടെ പ്രധാനപ്പെട്ട കഥകള് പ്രസിദ്ധീകരിച്ച വർഷം അനുസരിച്ചിട്ട് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. കഥകൾ മാത്രമല്ല നോവലുകളും നോക്കണം. അപ്പൊ എം ടിയുടെ നോവലുകൾ നോക്കുന്നതിനോടൊപ്പം തന്നെ ഏതും നോക്കണം. എം ടി, ഒ വി വിജയൻ, പിന്നെ ആരുടെയൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മുടെ എഴുത്തുകാർ കഥാകാരന്മാരുടെ എല്ലാം പ്രധാനപ്പെട്ട കഥകള് കാലഗണനാക്രമത്തിൽ അനുസരിച്ചിട്ട് എന്താണ് കൊടുത്തിരിക്കുന്നത്, എങ്ങനെയാണ്, ഏതൊക്കെ വർഷം ഏതൊക്കെ കൃതിയാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതൊന്ന് നോക്കി വെക്കണം. നോക്കി വെക്കില്ലേ? 1-2 എണ്ണൊക്കെ നമുക്ക് ഇവിടെ പറഞ്ഞു പോകാനായിട്ട് പറ്റും. കാലഗണന അത്രയും നമുക്ക് പറ്റുള്ളൂ, കാരണം നമുക്ക് സമയമില്ല. ഇപ്പൊ തന്നെ 1 മണിക്കൂർ കഴിയാറായിട്ടുണ്ട്. ഇടിച്ചുകൂട്ടി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വോയിസ് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. എറർ ഒന്നും ഇല്ല എന്നും കരുതുന്നു. അല്ലെ മക്കളെ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? യെസ്. അപ്പൊ നമ്മള് ആദ്യത്തെ ചോദ്യം നോക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തുടക്കം, ഒതുക്കം, ഒടുക്കം, അതുപോലെ തന്നെ കഥാപാത്രങ്ങള്, സംഭാഷണം ഒക്കെ പഠിച്ചു വെക്കണം. ഈ ചോദ്യം നോക്കൂ. പശ്ചിമ ഭാഗത്ത് കൊച്ചിയഴി വെപ്പുമെല്ലാം കൊച്ചു തമ്പ്രാന്മാർ കണ്ണിന് കാഴ്ചവെച്ചാലും ഈ വർണ്ണനയോടുകൂടി ആരംഭിക്കുന്ന കഥ ഏത്? കൊച്ചി വർണ്ണന. ഏതാണ് ആ കഥ എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. കൊച്ചി വർണ്ണന.
ഏതാണ് കൊച്ചി വർണ്ണന? കൊച്ചി വർണ്ണന ഏത് കഥ? ആരുടെ കഥ? കോഡടക്കാൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പഠിക്കാനുള്ള കോഡ് ഇന്നതാണ്, ഇന്ന കോഡ് വെച്ച് പഠിക്കുകയാണ് എങ്കിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടും എന്നടക്കം ഞാൻ പറഞ്ഞു തന്നതാണ്. അതേ രീതിയിൽ തന്നെ പഠിച്ചിട്ടുള്ളവർക്ക് ഇത് എളുപ്പത്തിൽ കിട്ടുന്നതായിരിക്കും. ആരുടേതാണ്? യെസ്, ഒരു മുതലനായാട്ടാണ്. മുതലനായാട്ടാണ്. ആരുടേതാണ് മുതലനായാട്ട്? CS ഗോപാലപ്പണിക്കരുടേതാണ് മുതലനായാട്ട്. മുതലനായാട്ടിന് പോയപ്പോൾ നീളം കുറഞ്ഞ കത്ത് മേൽവിലാസം മാറി ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല. ഈ ഒരു സെന്റൻസ് പഠിച്ചു വെച്ചാൽ എല്ലാ കഥകളും വരും. മുതലനായാട്ടിന് പോയപ്പോൾ നീളം കുറഞ്ഞ കത്ത് മേൽവിലാസം മാറി ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല. കഥകൾ ഏതൊക്കെയാണ്? മുതലനായാട്ട്, നീളം കുറഞ്ഞ കത്ത്, മേൽവിലാസം മാറി ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല. ഇതൊക്കെ CS ഗോപാലപ്പണിക്കരുടെ പ്രധാനപ്പെട്ട കഥകളാണ്. ഓക്കെ, വാസനാവികൃതി. വാസനാവികൃതി വാസനാവികൃതി ആരുടേതാണ് വാസനാവികൃതി? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടേതാണ് വാസനാവികൃതി എന്ന് പറയുന്ന ഇത്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വായനാവികൃതി എന്ന പേരിൽ കവിത എഴുതിയതാരാ? വായനാവികൃതി എന്ന പേരിൽ കവിത എഴുതിയതാരാ? അതും ചോദ്യം വരാമല്ലോ. വായനാവികൃതി എന്ന പേരിൽ കവിത എഴുതിയതാരാ? വായനാവികൃതി ശ്രീഹരിയാണ്. മിനു എബ്രഹാം അല്ല. മിനു എബ്രഹാം അല്ല, ശ്രീഹരിയാണ്. ലിൻഷി പറഞ്ഞതാണ് കറക്റ്റ്. ശ്രീഹരിയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ. ഇനി MRKCയുടെ പ്രധാനപ്പെട്ട കഥകൾ പറഞ്ഞേ. MRKC ഏതാണ്? കാലം പോയ പോക്ക്, അച്ഛന്റെ ഒസ്യത്ത്, ഇനി കുടിപ്പക, മച്ചാട്ടുമലയിലെ ഭൂതം. ഇതൊക്കെ MRKCയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. കലികാല വൈഭവം ആരുടേതാണ്? കലികാല വൈഭവം കണ്ണിപ്പറമ്പിലെ കൊലപാതകങ്ങളൊക്കെ ഉണ്ട്. മൂർക്കോത്തുകുമാരന്റെ മർക്കട സന്ദേശം എഴുതിയ മൂർക്കോത്തുകുമാരന്റേതാണ് കലികാല വൈഭവം. അപ്പോ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ തൊട്ട് നമ്മൾ പഠിച്ചു വെക്കണം. മേനോക്കിയെ കൊന്നതാരെ, പിന്നെ ദ്വാരക, ഒരു പൊട്ടഭാഗ്യം തുടങ്ങിയ കഥകൾ പഠിച്ചു വെക്കുക. ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോന്റെ കഥകള് ഏതാണ്? കുറ്റം തെളിഞ്ഞു എന്നുള്ളത്, കല്യാണിക്കുട്ടി, ജാനു, നാരായണക്കുട്ടി, കേളി മൂപ്പിൻ നായർ തുടങ്ങിയ കഥകൾ പഠിക്കുക. MRKC അമ്പാടി നാരായണ പൊതുവാള് ഏതൊക്കെയാണ്? വളകൊണ്ട വനിത, കൈമളശന്റെ കല്യാണം, കണ്ടപ്പന്റെ കൊണ്ടാട്ടം, ഉളി പിടിച്ച കൈ, കൈനോട്ടം വാറി തുടങ്ങിയ കാര്യങ്ങൾ. അപ്പൊ ആ കഥകള് K സുകുമാരൻ, TV കൃഷ്ണപിള്ള. പിന്നെ നവോത്ഥാന കഥകളിലേക്ക് കടക്കുമ്പോഴാണെങ്കിൽ കേശവദേവ്, ചെറുകാട്, പൊറ്റക്കാട്, പിന്നെ ആരൊക്കെയാണ്? P കേശവദേവ്, തകഴി, പൊൻകുന്നം വർക്കി തുടങ്ങിയവരുടെ പ്രധാനപ്പെട്ട കൃതികൾ പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. കല്ലുവെച്ച നുണകൾ എഴുതിയ കഥാകാരി ആര്? കല്ലുവെച്ച നുണകൾ. ഇവരുടെ കഥകൾ എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണേ. എപ്പോഴും കാശിനി ഫോളോയിങ് വരുന്നതാണ്. കല്ലുവെച്ച നുണകൾ ആരുടെയാണ്? അക്ഷിതയുടേതാണ് അല്ലെ? അപ്പൊ അക്ഷിതയുടെയും ചന്ദ്രമതിയുടെയും ഗ്രേസിയുടെയും KR മീരയുടെയും പ്രധാനപ്പെട്ട കഥകൾ പഠിച്ചു വെക്കണം. അക്ഷിത, ചന്ദ്രമതി, ഗ്രേസി, KR മീര. ഓക്കെ, വിസ്മയ ചിഹ്നങ്ങൾ, അപൂർണ വിരാമങ്ങൾ, അക്ഷിതയുടെ കഥകൾ, ഒരു സ്ത്രീയും പറയാത്തത്, മഴമേഘങ്ങൾ, നിലാവിന്റെ നാട്ടിൽ, അമ്മ എന്നോട് പറഞ്ഞ നുണകൾ, ചന്ദ്രമതിയുടെ ആര്യാവർത്തനം, ദേവീഗ്രാമം, റെയിൻഡിയർ, സ്വന്തം, ദൈവസ്വർഗത്തിൽ, വേതാള കഥകൾ, പേരില്ലാ പ്രശ്നങ്ങൾ, തട്ടാരംകുന്നിലെ വിഗ്രഹങ്ങൾ. ഗ്രേസിയുടേതാണ് പടിയിറങ്ങിപ്പോയ പാർവതി, നഗരവാതിൽ, ഭ്രാന്തൻ പൂക്കൾ, രണ്ട് സ്വപ്നദർശികൾ. ഗ്രേസിയുടെ കഥകൾ ഗൗളി ജന്മം, എപ്പോഴും ചോദിക്കുന്നതാണ് ഗൗളി ജന്മം. KR മീരയുടെ ഓർമ്മയുടെ ജന്മം, മോഹമഞ്ഞ, ആവേ മരിയ, പഞ്ചതന്ത്രം, ഭഗവാന്റെ മരണം. ഇനി ഇതൊന്ന് മാച്ച് ഫോളോയിങ് ചെറുമ്പടി ചേർത്തെ. 14ാമത്തെ ചോദ്യം ചെറുമ്പടി ചേർത്തെ. വേഗം വേഗം, സമയമില്ല, ഒട്ടും സമയമില്ല. ചില അക്കാദമിക് പ്രശ്നങ്ങളും, കാഞ്ചീപുരം, ജലത്തിലൂടെ നടക്കുന്ന കന്യകമാർ, ദുഷ്യന്തനും ഭീമനും ഇല്ലാത്ത ലോകം. S സിത്താര, P വത്സല, CS ചന്ദ്രിക, ഇന്ദു മേനോൻ, ചന്ദ്രമതി. വേഗം വേഗം വേഗം. അതുകൊണ്ട് ആരും ഉത്തരം പറയാത്ത? ആർക്കും അറിയില്ല. മെസ്സേജ് ചെയ്യടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥ, ഇന്ന കഥ ഇന്നതാണ് ടീച്ചറെ. മീനു C പറയുന്നുണ്ട്. അപ്പൊ ദേവികൃഷ്ണയ്ക്ക് C ആണ് ഡൗട്ട്. ദുഷ്യന്തനും ഭീമനും ഇല്ലാത്ത ലോകം ആരുടെ കഥയാ? A അല്ലെങ്കിൽ D? അശ്വിന് D ഡൗട്ട്.
ഇതിലേതാ നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുക? ഇന്നത് ഇന്നതാണ്. ഡി എന്നുള്ളത് പട്ടിക 2 ഇന്ന ആള് എഴുതിയ കഥയാണ്. അതിലേതോ ഉറപ്പിച്ചു പറയാൻ പറ്റുക? D2 ആണ്. ദുഷ്യന്തനും ഭീമനും ഇല്ലാത്ത ലോകം എന്ന് എഴുതിയത് D2 ആണ്. ആരാണ്? P വത്സലയാണ് എഴുതിയിരിക്കുന്നത്. ശ്രീഹബിയും ചില അക്കാദമിക് പ്രശ്നങ്ങളും എന്നുള്ളത് ചന്ദ്രമതിയുടെ കഥയാണ്. കാഞ്ചീപുരം എന്നുള്ളത് CS ചന്ദ്രികയുടെ, പട്ട് ചുറ്റിയത് ചന്ദ്രിക, ഞാൻ അങ്ങനെ പഠിച്ചത്. കാഞ്ചീപുരം എന്നുള്ളത് CS ചന്ദ്രികയുടേതാണ്. ജലത്തിലൂടെ നടക്കുന്ന കന്യാകുമാർ എന്നുള്ളത് ഇൻഫുമേനോന്റേതാണ്. ദുഷ്യന്തനും ഭീമനും ഇല്ലാത്ത യോഗം P വത്സലയുടേതാണ്. പുതിയ കഥകൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി കുറച്ച് പഴയ കഥകളുടെ വർഷം ഞാൻ പറഞ്ഞു തന്നാൽ വേഗം നോട്ട് ചെയ്യോ? വേഗം നോട്ട് ചെയ്യുമെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ. നിങ്ങളത് അറിഞ്ഞിരിക്കണം എന്നൊക്കെ നിർബന്ധമുള്ളതുകൊണ്ടാണ്. ഓക്കെ, കോവിലൻ. കോവിലൻ ഈ ജീവിതം അനാഥമാണ്, അതാണ് ആദ്യത്തെ കഥാസമാഹാരം. ഈ ജീവിതം അനാഥമാണ് 1957. ഒരു പലം മനയോല, ഒരു പലം മനയോല 1957. ഒരിക്കൽ മനുഷ്യനായിരുന്നു 1960. ജീവിതം അനാഥമാണ് 1957. ഒരു പലം മനയോല 1957. ഒരിക്കൽ ഒരു മനുഷ്യനായിരുന്നു 1960. ഒരു കഷ്ണം അസ്ഥി 1961. ഒരു കഷ്ണം അസ്ഥി. വേണ്ടാംകടി 1969. വേണ്ടാംകടി 69. തേർവാഴ്ചകൾ 71. തേർവാഴ്ചകൾ 71 1971. പിത്തം 71. പിത്തം 71. ശകുനം 74. കോവിലന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പറഞ്ഞത്. ഇനി പാറപ്പുറം. പാറപ്പുറം പ്രകാശധാര 1954. പ്രകാശധാര 1954. ഒരുമ്മയും 3 പെൺമക്കളും 1956. ഒരുമ്മയും 3 പെൺമക്കളും 1956. കുറുക്കൻ വിരീത് മരിച്ചു. കുരുക്കൻ കീവറീത് മരിച്ചു. കുരുക്കൻ കീവറീത് മരിച്ചു 1957. ആ പൂവൊട്ട് വിരിഞ്ഞില്ല 1957. തോക്കും തൂലികയും, ഇത് ചോദിച്ചിട്ടുണ്ട് കഥാസമാഹാരം ആരുടേതാണെന്ന്. തോക്കും തൂലികയും 1959. നാലാൾ 4 വഴി 1965. നാലാൾ 4 വഴി 1965. 1976 വഴിയറിയാതെ എന്നുള്ള കഥാസമാഹാരം വരുന്നത്. 1967. സോറി 76. ഇനി മലയാറ്റൂർ രാമകൃഷ്ണന്റെ ആദ്യത്തെ കൃതിയുടെ പേര് ആദ്യത്തെ കേസ് എന്നാണ്. 1952. മക്കളെ എഴുതിയെടുക്കുന്നില്ലേ? 1952 ആദ്യത്തെ കേസ്. മലയാറ്റൂർ രാമകൃഷ്ണന്റെ ആദ്യത്തെ കഥാസമാഹാരത്തിന്റെ പേര് ആദ്യത്തെ കേസാണ്. അറബിയും ഒട്ടകവും 55. അറബിയും ഒട്ടകവും 55. ആദ്യത്തെ കേസ് 52. അറബിയും ഒട്ടകവും 55. അവകാശികൾ 56. അവകാശികൾ എന്ന പേരിൽ കഥ എഴുതിയിട്ടുണ്ട് മലയാറ്റൂർ രാമകൃഷ്ണൻ. അവകാശി. അവകാശി 1956. ഇനി പാമ്പ് 1957. സ്പുട്നിക്കും ഹോട്ടി തോമസും. സ്പുട്നിക്കും ഹോട്ടി തോമസും 1961. സ്പുട്നിക്കും ഹോട്ടി തോമസും 1961. ബ്രിഗേഡിയർ കഥകൾ. നമ്മളറിയാം ബ്രിഗേഡിയർ കഥകൾ ആരുടേതാണ്? മലയാറ്റൂരിൻ്റെതാണ്. 1985. ബ്രിഗേഡിയറും പെൺമറുകും 1987. ബ്രിഗേഡിയറും പെൺമറുകും. ബ്രിഗേഡിയറും പാപ്പരാസികളും 1999. ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കാളിയാർ മർദ്ദനം 2004. കാളിയാർ മർദ്ദനം 2004. ഓക്കെ. ടി പത്മനാഭൻ പ്രകാശം പരത്തുന്ന ആൺകുട്ടി ആദ്യത്തെ കഥാസമാഹാരം. പ്രകാശം പരത്തുന്ന ആൺകുട്ടി ആദ്യത്തെ കഥാസമാഹാരം 1955. പ്രകാശം പരത്തുന്ന പെൺകുട്ടി 1955. ഒരു കഥാകൃത്ത് കുരിശിൽ 1956. ഒരു കഥാകൃത്ത് കുരിശിൽ 1956. മഖൻ സിംഗിന്റെ മരണം. മഖൻ സിംഗിന്റെ മരണം 1958. സാക്ഷി 1973. അവാർഡ് കിട്ടിയതാണ്, നിരസിച്ചതുമാണ്. സാക്ഷി 1973. ഹാരിസൺ സാഹിബിന്റെ നായ 79. ഹാരിസൺ സാഹിബിന്റെ നായ 79. വീട് നഷ്ടപ്പെട്ട കുട്ടി 1983. വീട് നഷ്ടപ്പെട്ട കുട്ടി 1983. പ്രണയത്തിന്റെ അധര സിന്ദൂരം കൊണ്ട് എഴുതിയ കഥ ഏതാണ്? പ്രണയത്തിന്റെ അധര സിന്ദൂരം കൊണ്ട് എഴുതിയ കഥ ഗൗരി. യെസ്,
KP അപ്പൻ വിശേഷിപ്പിച്ച ഗൗരി 91 ഗൗരി. കഥ തീരുമ്പോൾ ഒരു വാനമ്പാടി പറക്കുന്നു 98. ഏറ്റവും അവസാനം പെരുമഴ പോലെ, അല്ല ഏറ്റവും അവസാനം എന്നല്ല, പെരുമഴ പോലെ 2003. P പത്മനാഭന്റെ ആണ് പറഞ്ഞത്. ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. MTയുടെ ആദ്യത്തെ കഥാസമാഹാരം രക്തം പുരണ്ട മണൽത്തിരികളാണ് 1952. വെയിലും നിലാവും 1954. വേദനയുടെ പൂക്കൾ 1955. നിന്റെ ഓർമ്മയ്ക്ക് 56. ഓളവും തീരവും 1957. ഇരുട്ടിന്റെ ആത്മാവ് 57. കുട്ടേടത്തി 59. വാലിക്കുഴി 67. അഭയം തേടി 78. സ്വർഗം തുറക്കുന്ന സമയം 83. വാനപ്രസ്ഥം 92. ഷെർലക്ക് 98. യൂട്യൂബ് സ്ട്രീമിംഗ് വരുന്ന സമയത്ത് എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കണേ. ഓക്കെ, പ്രധാനപ്പെട്ടതൊക്കെയാണ് പറയാനായിട്ട് ശ്രമിച്ചത്. ഇനി ബാക്കി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് എടുക്കുക. അതായത് നമ്മുടെ പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ടൊന്ന് നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 15ാമത്തെ ചോദ്യം. ഈശ്വര, എത്ര സമയം പോയി. അന്ന് നിയമം നടപ്പിൽ വരികയാണ്. ഇനി 4 ദിവസങ്ങളേ ഉള്ളൂ. അന്ന് മുതൽ ആർക്കും ഭൂമിയില്ല, സർക്കാരിന്റെ വകയാണ്. ഏത് നോവലിലെ വാക്യമാണിത്? അപ്പൊ കഥയെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണോ പഠിക്കാൻ പറഞ്ഞത് അതേ കാര്യങ്ങൾ തന്നെ നോവലിനെ സംബന്ധിച്ചുണ്ട്. അപ്പൊ നമ്മൾ ഇത്ര നാളും ഡിസ്കസ് ചെയ്ത ആദ്യകാല നോവൽ, ആധുനിക നോവൽ, നവോത്ഥാന നോവൽ, ഉത്തരാധുനിക നോവലിൽ നിന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ. ഇത് പറഞ്ഞേ, അന്ന് ഭൂനിയമം നടപ്പിൽ വരികയാണ്. ഇനി 4 ദിവസങ്ങളേ ഉള്ളൂ. അന്ന് മുതൽ ആർക്കും ഭൂമിയില്ല, ഇത് സർക്കാരിന്റെ വകയാണ് എന്നുള്ളത്. കയർ ആരുടെ നോവലാണ്? കയർ ആരുടെ നോവലാണ്? തകഴി. അയൽക്കാർ ആരുടെ നോവലാ? കയർ, തകഴി, അയൽക്കാർ ആരുടെ നോവലാ? പറഞ്ഞ അയൽക്കാര്. കേശവദേവന്റെ അവകാശികൾ ആരുടെയാ? അയൽക്കാര് പി കേശവദേവന്റേതാണ്. അവകാശികള് വിലാസിനിയുടേതാണ്. ഏണിപ്പടികള് തകഴിയുടേതാണ്. ശരിയായ ഗണം ഏത്? വേഗം തിരഞ്ഞെടുത്തോ. ശരിയായ ഗണം ഏത്? എല്ലാ നോവലുകളും, ഇപ്പൊ ഞാൻ നോവലുകളുടെ വർഷങ്ങളൊന്നും പറയാത്തത്, കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എല്ലാ വർഷങ്ങളും ഇല്ലേ മക്കളെ? ഒന്ന് പറഞ്ഞേ. നമ്മൾ ലളിത മലയാളം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന മക്കളൊന്ന് പറഞ്ഞേ. എല്ലാ നോവലുകളുടെയും വർഷം വന്നിട്ട് ഞാൻ ക്ലാസ് മുന്നോട്ട് പോയിട്ടുള്ളൂ. അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? എന്താരൊന്നും പറയാത്ത? ലളിത മലയാളം നോവലിന്റെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് വർഷം പറഞ്ഞു തന്നിട്ടില്ലേ? ഓക്കെ, താങ്ക് യു. ഇത് ഒരാളെങ്കിലും എന്നെ ഓക്കെ, യെസ്. എല്ലാവരും ചോദ്യത്തിൽ ലയിച്ചിരിക്കുക. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ. ശരിയായ ഗണം ഏത്? സുമിത്ര മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ചന്ദ്രിക ആരാച്ചാർ, ഉമ്പിച്ചി മരക്കാപ്പിലെ തെയ്യങ്ങൾ, ദേവകി കാലം. പെട്ടെന്നറിയാം. ഞാൻ ഒരുപാട് വട്ടം എല്ലാ കഥാപാത്രങ്ങളെയും പറഞ്ഞിട്ടുള്ളതാണ്. കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഒരു സെക്ഷനും വെച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞേ. സുമിത്ര ഏത് നോവലിലെ കഥാപാത്ര? സുമിത്രയും സേതുവും ഒക്കെ ഏതിലെയാണ്? MTയുടെ കാലത്തിലേതാണ്. ഇനി ആരാച്ചാറിലെ കഥാപാത്രം ഏതാ? ആരാച്ചാർ ചേതന ഋദ്ധ മല്ലിക്കാണ്, ചന്ദ്രികയൊന്നല്ല. ഇനി കാലത്തിലെ നായിക ആരാണ്? സുമിത്രയാണ്. അപ്പൊ ദേവകിയോ? ഒരുപാട് നോവലുകളിലുണ്ട്. ഇന്ന നോവലെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. യെസ്. അപ്പൊ ഉമ്പിച്ചി എന്നുള്ളത് മരക്കാപ്പിലെ തെയ്യങ്ങൾ ആരുടെ നോവല? ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നതാണ്. മരക്കാപ്പിലെ തെയ്യങ്ങൾ അംബികാസുധൻ മാങ്ങാടിന്റേതാണ്. അടുത്ത യൂണിറ്റിലേക്ക് കടക്കുകയാണ്. കഥകളിയുടെ ചരിത്രം, സമ്പ്രദായങ്ങൾ, കല്ലുവഴി, ചിട്ട, ഇട്ടി, രാജേഷ് മേനോൻ. കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. പ്രധാനപ്പെട്ട ചിട്ടകളും കാര്യങ്ങളുമെല്ലാം. ചടങ്ങുകള്, വേഷങ്ങള്, വാദ്യങ്ങള്, ഉപയോഗം. ഏതൊക്കെ വാദ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്? കഥകളി രംഗത്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കഥകളി ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ആട്ടക്കഥയിൽ നിന്നാണ് ചില പ്രധാനപ്പെട്ട ആട്ടക്കഥകൾ ആരെഴുതി എന്നുള്ള കാര്യവും, ആട്ടക്കഥകൾക്ക് വന്നിട്ടുള്ള വ്യാഖ്യാനം, കാന്താരതാരകം വ്യാഖ്യാനം പോലെയുള്ള വ്യാഖ്യാനങ്ങള്, വരികള്, ഓരോന്നിലും വരുന്ന കഥാപാത്രങ്ങള് ലളിത മലയാളത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇത്രയും കാര്യങ്ങൾ ആട്ടക്കഥയിൽ നിന്ന് പഠിക്കണേ. അറിയാത്തവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. ഒരു ദിവസം ഒരു യൂണിറ്റ് പഠിക്കുക, പിറ്റത്തെ ദിവസം അത് റിവിഷൻ ചെയ്യുക. അല്ലെങ്കിൽ ആദ്യത്തെ 10 ദിവസം കൊണ്ട് 10 യൂണിറ്റ് പഠിച്ചു തീർത്ത്, അല്ലെങ്കിൽ 15 ദിവസം കൊണ്ട് പഠിച്ചു തീർത്ത് 5 ദിവസം റിവിഷൻ എടുക്കുക. അല്ലെങ്കിൽ ഒരു വഴി എന്ന് പറയുന്നത് 10 ദിവസം കൊണ്ട്
നമ്മുടെ സബ്ജക്ട് പേപ്പറും 10 ദിവസം കൊണ്ട് ഏത് പേപ്പറും ജനറൽ പേപ്പറും പഠിച്ചു തീർക്കുക. റിവിഷൻ ചെയ്യാനുള്ള വഴികളാണ്. കയ്യിലുള്ള സമയം നിങ്ങളുടേതാണ്. എങ്ങനെ വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അപ്പൊ കഥകളിയിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ചോദ്യം: രാവണ വിജയം കഥാപാത്രം, നളചരിതം കഥാപാത്രം, നിവാദ കവച കാലകേയ വധം, കിർമീര വധം. കുറെ കോഡുകളൊക്കെ പഠിച്ചിട്ടുള്ള പോർഷൻ ആണ് നമ്മള്. പറഞ്ഞേ. കഥാപാത്രം പറഞ്ഞേ. ഉറപ്പിച്ച് പറയുന്നുണ്ട് ബി ആണ് ടീച്ചറെ. ആശ്വിനും വിധു അമൃതയും ഒക്കെ പറയുന്നുണ്ട് B1 ആണ് എന്ന് പറയുന്നുണ്ട്. നളചരിതത്തിലെ ഭീമം വരുന്നുണ്ട്. ബാക്കി എനിക്കറിയില്ല. നിവാദ കവച കാലകേയ വധം, ഇതിലേതാ? സി ഏതായിരിക്കും? നിവാദ കവച കാലകേയ വധം. സി ഏതായിരിക്കും മക്കളെ? ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളതാണ്, ഉർവശിയാണ് എന്ന് അല്ലെ. നിവാദ കവച കാലകേയത്തിലെ വരികളും ഇവിടെ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? സലജോഹം പ്രത്യക്ഷപ്പെടുന്നു. എന്തൊക്കെ കാര്യങ്ങളെ പഠിച്ചേ മക്കളെ? ഇരയമ്മൻ തമ്പിയുടെ ആട്ടക്കഥകൾ പഠിച്ച് പറഞ്ഞേ. ഇരയമ്മൻ തമ്പിയുടെ ആട്ടക്കഥകള് കോഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്ത് കോഡാ? ഇരയമ്മൻ തമ്പിയുടെ ആട്ടക്കഥകൾ പഠിക്കാനുള്ള കോഡ് ഉദഗി. ഉത്തരാസ്വയംവരം, ദക്ഷയാഗം, കീചകവധം, ഉദഗി. ഇനി കോട്ടയം തമ്പുരാന്റെ ആട്ടക്കഥകൾ പഠിക്കാനുള്ള കോഡ് പഠിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. കോട്ടയം തമ്പുരാന്റെ ആട്ടക്കഥകള് പഠിക്കാനുള്ള ഒരു കോഡ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഭഗക്കിനി. ഭഗക്കിനി എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഭഗക്കിനി എന്ന് പഠിച്ചു വെച്ചാലേ മതി. കോഡ് പഠിച്ചു വെക്കുക, കൃത്യമായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ എന്താണ്? ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. രാവണ വിജയം. രാവണ വിജയത്തിലാണ് രംഭ വരുന്നത്. നളചരിതത്തിൽ ഭീമൻ വരുന്നുണ്ട് ആദ്യത്തേതില്. പിന്നെ നിവാദ കവച കാലകേയവധത്തിലാണ് ഉർവശി വരുന്നത്. കിർമീരവധത്തിലാണ് സിംഹിക വരുന്നത്. രാവണ വിജയത്തിലെ രംഭ, നളചരിതത്തിലെ ഭീമൻ, നിവാദ കവച കാലകേയവധത്തിൽ ഉർവശി, കിർമീരവധത്തിൽ സിംഹിക. പ്രസിദ്ധമായ നിണവേഷം. നിണവേഷം പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് കാണുന്നില്ല, അതുകൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. പ്രസിദ്ധമായ നിണവേഷം വരുന്നത് ദുര്യോധന വധം, താടകാവധം, കിർമീരവധം, ഭഗവധം. പറഞ്ഞേ. നിണവേഷം ശ്രദ്ധിക്കമ്പാനെ, ശ്രദ്ധിച്ചു പറ. നിണവേഷം വരുന്നത് ഏതിലാണ്? നിണവേഷം മൂക്കും മുലയും ഛേദിക്കപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ സ്ത്രീകളുടെ നേർക്കുള്ള അക്രമമായതുകൊണ്ട്, അത്തരത്തിലുള്ള അതിഭീകരമായിട്ടുള്ള നിണവേഷം കിർമീരവധത്തിൽ വരുന്നുണ്ട്. കിർമീരവധത്തിലെ നിണവേഷം വരുന്നുണ്ട്. കോട്ടയത്ത് തമ്പുരാൻ നിർമ്മിച്ച 4 ആട്ടക്കഥകളിൽ ഏറ്റവും മനോഹരമായ 2ാമത്തെ ആട്ടക്കഥയാണ് കിർമീരവധം. മഹാഭാരതം വനപർവത്തെ ആസ്പദമാക്കി ധർമ്മപുത്രനെ നായകനാക്കിക്കൊണ്ടാണ് കിർമീരവധം. എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. പഞ്ചപാണ്ഡവന്മാരുടെയും പാഞ്ചാലിയുടെയും പുറപ്പാടും നിലപ്പദവും കഴിഞ്ഞ് ആരംഭിക്കുന്നതാണ് കിർമീരവധം. ഖരവധത്തിലെ ശൂർപ്പണക, കിർമീരവധത്തിലെ സിംഹിക, നരകാസുരവധത്തിലെ നക്രതുണ്ടി, ശൂരപത്മാസുരവധത്തിലെ അജമുഖി. പ്രധാനപ്പെട്ട 4 നിണവേഷങ്ങൾ. I+ലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്ന സമയത്ത് നിണവേഷം ഏതൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ റഫർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ റഫർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പഠിക്കുക. പഠിക്കില്ലേ? ഓക്കെ, അടുത്തതിലേക്ക് പോവുകയാണ്. ഇത് ഞാൻ ചോദിച്ചു പോയി, എന്നാലും കുഴപ്പമില്ല. റേഷ സമ്പ്രദായത്തെ കുറിച്ച് മേനോന്റെ മേനി എന്ന ഓട്ടംതുള്ളൽ രചിച്ചത് പറഞ്ഞേ. യുക് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ആരാണ്? ചെറുകാടാണ്. റേഷ്യ സമ്പ്രദായത്തെ കുറിച്ച് മേനോന്റെ മേനി. അപ്പൊ പ്രധാനപ്പെട്ട ഓട്ടംതുള്ളൽ കൃതികള് ഏതൊക്കെ വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളത് പഠിച്ചു വെക്കുക. നാടകത്തിലേക്ക് കടക്കുകയാണ്. എങ്ങനെയൊക്കെ ചോദ്യം വരാം? നാടകം, നാടകകൃത്തുക്കള്, നാടകത്തിന്റെ കാലഗണനാക്രമം, നാടക പഠനങ്ങൾ, നാടകം പണ്ഡിത നിരീക്ഷണങ്ങൾ, അതായത് നാടകത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നാടക സംഭാഷണങ്ങൾ ചോദ്യം വരാം. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും ഒരു ചോദ്യം പിടിച്ചോ. മലയാള നാടകങ്ങൾ രചനയുടെ കാലക്രമം. മലയാള നാടകങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള കാലക്രമം പഴയ നാടകങ്ങളെ മുൻനിർത്തി മാത്രമാണ് വരിക. അതും ചോദ്യം കണ്ടാൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കിട്ടും. ഇതറിയാത്തൊരു കുട്ടിക്കാണെങ്കിൽ പോലും ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഒന്ന് നോക്കിയേ. മലയാള നാടകങ്ങൾ രചനയുടെ കാലക്രമം അനുസരിച്ച് ശരിയായ ഗണം ഏത്? എളുപ്പല്ലേ? തന്നിരിക്കുന്നതിൽ ഭഗ്നഭവനം ആരുടെയാ? ഭഗ്നഭവനം ആരുടെയാ? ഭഗ്നഭവനം നാടകം ആരുടെയാ? കൃഷ്ണപിള്ളയുടേതാണ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി തോപ്പിൽ വാസിയുടേതാണ്. അടുക്കളയിൽ നിന്ന് നാടകത്തേക്ക് നീട്ടി ഭട്ടതിരിപ്പാടിന്റേതാണ്. അവനവൻ കടമ്പയുമുണ്ട്. ഇതിലേറ്റവും ആദ്യത്തെ ഏതാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കാണ്. രണ്ടാമത്തെ ഏതാണ്? ഭഗ്നഭവനാണ്. മൂന്നാമത്തേതാണ് ഏത്? നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. ഏറ്റവും അവസാനമാണ് അവനവൻ കടമ്പ വരുന്നത്.
അപ്പൊ ഏറ്റവും അവസാനമാണ് അവനവൻ കടമ്പ് വരുന്നത്, തുടക്കത്തിലാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരുന്നതും നമുക്ക് കിട്ടും. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് 1930, വീട്ടി ഭട്ടതിരിപ്പാട്, ഭഗ്നഭവനം 1942 എൻ കൃഷ്ണപിള്ള, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി 1952 തോപ്പിൽ ബാസി, അവനവൻ കടമ്പ 1978 കാവാലം നാരായണ പണിക്കർ. എൻ കൃഷ്ണപിള്ളയുടെ നാടകങ്ങൾ പഠിക്കാനുള്ള കോഡൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ? എന്തായിരുന്നു കോഡ്? ഭഗ്നഭവനത്തിലെ കന്യകയെ ബലാബലത്തിലൂടെ മുടക്കുമുതൽ കൊടുത്ത് അനുരഞ്ജനത്തിലൂടെ അഴിമുഖത്തേക്ക് കൊണ്ടുപോയി. എൻ കൃഷ്ണപിള്ളയുടെ നാടകങ്ങൾ പഠിക്കാനുള്ള കോഡാണ്. അതുപോലെ തോപ്പിൽ ബാസിയുടെയും കാവാലം നാരായണ പണിക്കരുടെയും പ്രധാനപ്പെട്ട നാടകങ്ങളും പ്രസിദ്ധീകരിച്ച വർഷവും നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത ചോദ്യം, ശാകുന്തളം നാടകം. അടുത്ത ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാത്ത സ്ഥിതിക്ക് ചോദ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. ശാകുന്തളം നാടകം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ അവതരിപ്പിച്ച നാടക സംഘം ഏത്? സിമ്പിൾ ആണ്. നാടക സംഘം എന്നുള്ളത് ആകെ കൂടി 5 ഉള്ളൂ. അത് പഠിച്ചു വെച്ചാൽ 4 5 ഉള്ളൂ. അത് പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഏത് പരീക്ഷയ്ക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ശാകുന്തളം നാടകം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ അവതരിപ്പിച്ച നാടക സംഘം ഏത്? പറഞ്ഞേ മക്കളെ. എന്താ ഉത്തരം പറയാത്ത? ആൻസേഴ്സ് വന്നിട്ടുണ്ട് അല്ലേ? വിധു, അമൃത, വിസ്മയ, തിരുവട്ടാർ എന്നൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. മനമോഹനം നാടക സംഘമാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. തിരുവട്ടാർ നാരായണ പിള്ളയുടേതാണ് മനമോഹനം കമ്പനി. CP അച്യുതമേനോൻ വിദ്യാവിനോദിനി വിദ്യാവിലാസിനിയൊക്കെ ആക്കിയ CP അച്യുതമേനോന്റേതാണ് വിനോദ ചിന്താമണി. ചാത്തുക്കുട്ടി മന്നാടിയരുടേതാണ് രസികരഞ്ജിനി. PS വാര്യരുടേതാണ് പരമശിവവിലാസം കമ്പനി. ഓക്കെ, ഒരുമിച്ച് നിങ്ങൾക്ക് ഇത് തന്നിരിക്കുന്നത് പഠിച്ചു വെക്കാനാണ്. മലയാള സിനിമ ആദ്യകാല സിനിമകൾ, സംവിധായകര്, തിരക്കഥ, ഗാനങ്ങള്, ഗാനരചയിതാക്കള്, സിനിമാ ഗ്രന്ഥങ്ങള്, അവാർഡുകൾ, കാലഗണനാക്രമം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല, കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ഇതൊക്കെ പഠിച്ചു പോയിട്ടും ഞങ്ങളുടെ HSST പരീക്ഷയ്ക്ക് എനിക്ക് ഇപ്പോഴും അത് ദുഃഖമാണ്. ഭാഷ്യ സിനിമയുടെ സംവിധായകനാര്? ഏറ്റവും കൂടുതൽ കാലം ഓടിയ ഹിന്ദി ചലച്ചിത്രം ഏത്? ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ചോദ്യം വന്നത്. HSST കുട്ടികൾക്ക് ചോദ്യം വന്നത്. ആ ഒരു കുട്ടിയിൽ ഞാനുണ്ടേ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മലയാള സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം. നിങ്ങളിലെ പത്മരാജന്റെ സിനിമകൾ നോട്ട് ചെയ്ത് വെക്കുക. പത്മരാജൻ, ജോൺ അബ്രഹാം, അഗ്രഹാരത്തിലെ കഥ, അമ്മ അറിയാൻ, ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങളൊക്കെ എഴുതിയ ജോൺ അബ്രഹാം. അതുപോലെ MT സംവിധാനം ചെയ്ത സിനിമകളും MTയുടെ തിരക്കഥയും, ഹരികരൻ സംവിധാനം ചെയ്ത സിനിമകൾ, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അരവിന്ദന്റെ, G അരവിന്ദന്റെ കഴിഞ്ഞ പ്രാവശ്യം ചോദ്യം വന്നില്ലേ? അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. റിലീസ് ചെയ്ത ക്രമത്തിൽ ശരിയായ ഗണം ഏത്? പണ്ടത്തെ സിനിമകൾ ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ആദ്യത്തെ സിനിമ, ആദ്യത്തെ നിശബ്ദ സിനിമ, ആദ്യത്തെ ശബ്ദ സിനിമ, ആദ്യത്തെ അനുകൽപ്പന സിനിമ, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. ഓക്കെ, റിലീസ് ചെയ്ത ക്രമത്തിൽ ശരിയായ ഗണം ഏത്? ചെമ്മീൻ, മുറപ്പെണ്ണ്, ന്യൂസ് പേപ്പർ ബോയ്, ഭാർഗവി നിലയം. പറഞ്ഞേ, സിമ്പിൾ അല്ലേ ഇത്? ബഷീറിന്റെ നീലവെളിച്ചം എന്നുള്ള കഥയാണ് ഭാർഗവി നിലയം സിനിമയായത്. ചെമ്മീനുണ്ട്, മുറപ്പെണ്ണുണ്ട്. MTയുടെ ആദ്യത്തെ തിരക്കഥ മുറപ്പെണ്ണ്. ചെമ്മീൻ ആദ്യത്തെ ദേശീയ അവാർഡ് കിട്ടിയ സിനിമയാണ്. നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഏതായിരിക്കും? ന്യൂസ് പേപ്പർ ബോയിൽ നിന്ന് തുടങ്ങുന്നു. ന്യൂസ് പേപ്പർ ബോയ്, ഭാർഗവി നിലയം, മുറപ്പെണ്ണ്, ചെമ്മീൻ. റിലീസ് ചെയ്ത ക്രമത്തിൽ ശരിയായ ഗണം ഏത്? ഓപ്ഷൻ 2 ആണ്. 2 കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. 4ഉം Bയും 2ഉം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടൂർ തിരക്കഥകളുടെ ശരിയായ ക്രമം. അടൂരിന്റെ തിരക്കഥകളുടെ ശരിയായ ക്രമം. അടൂർ, അടൂർ, മുഖാമുഖം, എലിപ്പത്തായം, കൊടിയേറ്റം, സ്വയംവരം, ഇതൊക്കെയാണ് ഓപ്ഷനിലുള്ളത്. അടൂരിന്റെ ഏറ്റവും ആദ്യത്തേതിന് തന്നെ അവാർഡ് കിട്ടിയ ആളാണ്. സ്വയംവരത്തിന് കൊടിയേറിയപ്പോൾ എലിയെ മുഖാമുഖം കണ്ടു. കോടതാണ്. സ്വയംവരത്തിന് കൊടിയേറിയപ്പോൾ എലിയെ മുഖാമുഖം കണ്ടു. സ്വയംവരത്തിന് കൊടിയേറിയപ്പോൾ എലിയെ മുഖാമുഖം കണ്ടു. പഠിച്ചു വെക്കുക. അടൂരിന്റെ സിനിമകൾ, തിരക്കഥകൾ. മക്കളെ, ഇത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സകല വർഷവും ഞാൻ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രതിസന്ധി പലപ്പോഴും ചോദിക്കാറില്ല. അതുകൊണ്ട് നമ്മള് സ്വയംവരത്തിലാണ്. സ്വയംവരത്തിന് കൊടിയേറിയപ്പോൾ എലിയെ മുഖാമുഖം കണ്ടു. അനന്തരം മതിലുകൾ ചാടിക്കടന്ന വിധേയൻ, കഥാപുരുഷനുമൊത്ത്
നിഴൽ കൂത്ത് കാണാൻ 4 പെണ്ണുങ്ങളോടൊപ്പം പിന്നെയും പോയി. ഇതാണ് ഞാൻ കോഡ് പഠിച്ചു വെച്ചേക്കണത്. ഒരു സെന്റൻസ് പോലെ, ഒരു അർത്ഥമുള്ള ഒരു സെന്റൻസ് പോലെ കട്ട് ചെയ്ത് പഠിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടും. വർഷങ്ങൾ ഓർത്ത് വെക്കുന്നതിനെക്കാട്ടും നല്ലത് ഈ ഒരു ഓർഡർ ഓർത്ത് വെക്കുക. ഒരു സെന്റൻസ് പോലെ മാല പോലെ പഠിക്കുകയാണ് എങ്കിൽ കിട്ടും. ഓക്കെ, അടുത്തതിലേക്ക് പോവുകയാണ്. ഫോക്ലോർ. ഈ സിനിമയും ഫോക്ലോറൊക്കെ നിഴൽക്കുത്താണ്. നിഴൽക്കൂത്തല്ലല്ലോ. എനിക്ക് പെട്ടെന്നൊരു ഡൗട്ട് ആയി. നോട്ട് ചെയ്തിട്ട് പറഞ്ഞാലേ. ഓക്കെ, സിനിമയും ഫോക്ലോറും നാടകവും കഥയും ഒക്കെ വേഗം സ്കിപ്പ് ചെയ്യുന്നത് നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതായതുകൊണ്ടാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഫോക്ലോറുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട ഫോക്ലോർ വിഭാഗങ്ങളെ ഏത് നാട്ടിലാണ് അത് പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത്, ഏത് വിഭാഗം ജനങ്ങളാണ് ആ ഫോക്ലോർ വിഭാഗം കൊണ്ടാടുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ഗതിക, ചാറ്റ്, മുറംകുലുക്കിപ്പാട്ട്, കൂരാൻ കളി. ഗതിക, ചാറ്റ്, മുറംകുലുക്കിപ്പാട്ട്, കൂരാൻ കളി ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് പഠിക്കണം. ഗതിക, ചാറ്റ്, മുറംകുലുക്കിപ്പാട്ട്, കൂരാൻ കളി. ഓപ്ഷൻ എ ആണ് കുറെ പേര് പറയുന്നത്. ഓപ്ഷൻ എ തന്നെയാണ്. ഗതിക. ഗതിക എന്ന് പറയുന്നത് എന്താണ്? ഗതിക നമ്മളിത് പഠിച്ചിട്ടുണ്ട് ഇല്ലേ മക്കളെ? ഗതികയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി തന്നെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് ഗതിക എന്ന് പറയുന്നത്? വയനാട്ടിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന രൂപമാണ് ഗതിക. അധിയ വിഭാഗത്തിന്റെ കലാരൂപമാണ്. വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതാണ്. മഹാമാരികളെ, അതായത് പകർച്ചവ്യാധികളെ തടയുക എന്നുള്ള ലക്ഷ്യം മൂലം നടക്കുന്നതാണ്. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നടത്തുന്നതാണ് ഗതിക. ചാറ്റ് എന്ന് പറയുന്നത് എന്താ? പരദേവതാ പ്രീതിക്ക് വേണ്ടി നടത്തുന്നത് തന്നെയാണ് ചാറ്റ്. അതുപോലെ കേരളത്തിലെ ആദിവാസി വിഭാഗമായിട്ടുള്ള കാണിക്കാരാണ് ചാറ്റ്. കൊക്കറ എന്നുള്ള ഉപകരണം അതൊക്കെ ചാറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാടറാണ് കൂരാൻ കളി നടത്തുന്നത്. മാൻകളിയും കൂരാൻ കളിയും ഏകദേശം ഒരേപോലെയുള്ളതാണ്. കരടിയുടെ വേഷം കെട്ടി വന്നിട്ടാണ് കൂരാൻ കളി നടക്കുന്നത്. മുറംകുലുക്കിപ്പാട്ട് മലയരുടെ ജീവിതവും സംസ്കാരവും എന്ന് പറഞ്ഞിട്ട് എ സെബാസ്റ്റ്യന്റെ ഒരു പുസ്തകമുണ്ട്. മലയ വിഭാഗത്തിന്റെ അനുഷ്ഠാന കലാരൂപമാണ് മുറംകുലുക്കിപ്പാട്ട്. കന്യാർക്കളിയോ? കന്യാർക്കളി ഏത് രാജ്യവും ഏത് നാടുമായി ബന്ധപ്പെടുന്നതാ? കന്യാർക്കളി പാലക്കാടാണ് കേട്ടോ. കന്യാർക്കളി ഇമ്പോർട്ടന്റ് ആണ്. കന്യാർക്കളിയും ചോദ്യം വന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ നായർ സമുദായത്തിന്റെ അനുഷ്ഠാന കളിയാണ് കന്യാർക്കളി. പാലക്കാട് ജില്ലയിൽ മാത്രമുള്ള ഒരു കലാരൂപമാണിത്. എല്ലാ കൊല്ലവും മേടമാസത്തിലാണ് സാധാരണ കന്യാർക്കളി. ഉർവരാധ ആരാധനാപരമായിട്ടുള്ള ഒന്നാണ്. ഭഗവതി ക്ഷേത്രങ്ങളിൽ നടക്കുന്നതാണ്. ഓക്കെ, കന്യാർക്കളി നോട്ട് ചെയ്ത് വെക്കുക. ചെണ്ട, മദ്ദളം, ചെയ്യില, കുറുങ്കുഴൽ, ഇലത്താളം അതാണ് എന്റെ കന്യാർക്കളി. ദ്രുതം, അതിദ്രുത, ഇടമട്ട് ഇതൊക്കെ കന്യാർക്കളിയിലെ കലാശങ്ങളാണ്. ഈ ഇടമട്ടും അതിദ്രുതയും ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ഇത് കന്യാർക്കളിയിലെ കലാശങ്ങളെയാണ് ഇടമട്ട്, അതിദ്രുത. നമ്മളൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് വലിയ ഇമ്പോർട്ടൻസ് ഞാനിപ്പോ അതിന് കൊടുക്കുന്നില്ല. ഇനി അടുത്തത്, ഇത് ഇതിൽ നിന്നുള്ള ചോദ്യമാണ്. നിരൂപണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നായികയായി മലയാള തറവാടുകളിൽ നിന്ന് ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നതിന് പകരം ഗ്രന്ഥകാരൻ സമർത്ഥയായ വെള്ളക്കാരിയെ ഒന്നര മുണ്ടുടുപ്പിച്ച് മലയാളം സംസാരിക്കുകയാണ് ചെയ്തത് എന്ന് ചിലർ പറയുന്നത് തീരെ യാഥാർത്ഥമല്ല. പറഞ്ഞേ മക്കളെ, ആരുടെ നോവല്, ഏത് കഥാപാത്രം, ആരുടെ അഭിപ്രായം? ചോദ്യം വരാറില്ലേ? സിമ്പിൾ ആണ്. ഇതിൽ എനിക്ക് അധികം കൂടുതലൊന്നും പറയാറില്ല. ഏറ്റവും കൂടുതൽ ഞാൻ വിലയിരുത്തിയിട്ടുള്ള ഒന്നാണ്. മലയാള സ്ത്രീയെ മധാമവേഷം കെട്ടിച്ചു എന്ന് ഇന്ദുലേഖയെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞതാരാ? മലയാള സ്ത്രീയെ മധാമവേഷം CP അച്യുതമേനോനാണ്. CP അച്യുതമേനോനാണ്. സാക്ഷാൽ മാളികപ്പുറത്തമ്മയാണ് ഇന്ദുലേഖ എന്ന് പറഞ്ഞതാരാ? സാക്ഷാൽ മാളികപ്പുറത്തമ്മയാണ് ഇന്ദുലേഖ. സൂരി നമ്പൂതിരിപ്പാട് ഒരു കാർട്ടൂണിസ്റ്റ് ക്യാരക്ടർ ആണ്. ഇതൊക്കെ പറഞ്ഞത് ആരാണ്? M അച്യുതനാണ്. അല്ലെ? M അച്യുതനാണ്. ഓക്കെ, കുറെ വട്ടം പറഞ്ഞതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യട്ടെ. കേരളവർമ്മ ഇത് വിമർശനത്തിന്റെ തന്നെ സമകാലികമായിട്ടുള്ള വിമർശനവുമായി ബന്ധപ്പെടുന്ന ഒരു ചോദ്യമാണ്. കേരളവർമ്മ വിമർശനത്തിന്റെ പിതാവ് അല്ലെന്ന് സിദ്ധാന്തിക്കുന്ന കൃതി ഏതാ?
കേരളവർമ്മ വിമർശനത്തിന്റെ പിതാവ് അല്ലെന്ന് സിദ്ധാന്തിക്കുന്ന കൃതി ഏതാ? കേരളവർമ്മ വിമർശനത്തിന്റെ പിതാവ് അല്ലെന്ന് സിദ്ധാന്തിക്കുന്ന കൃതി. കേരളവർമ്മ പ്രസ്ഥാന പഞ്ചകം ആണോ? പ്രസ്ഥാന പഞ്ചകമാണോ കേരളവർമ്മ വിമർശനത്തിന്റെ പിതാവ് അല്ല എന്ന് സിദ്ധാന്തിക്കുന്ന കൃതി? അംബികാസുധൻ മാങ്ങാടിന്റെ കൃതിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഉത്തരം പറയോ? അംബികാസുധൻ മങ്ങാടിന്റെ കൃതിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഉത്തരം പറയോ? രചനയ്ക്ക് ബി ഡൗട്ട് ഉണ്ട്. ഇപ്പൊ അതിലേക്ക് ബി പറയാം. വിധു സി പറയുന്നുണ്ട്. വിധു ഗദ്യമാലിക ആരുടെ കൃതിയാ? രഞ്ഷിക്ക് ഇടി കിട്ടുമല്ലേന്ന്. ഓപ്ഷൻ ബി ആണ്. അംബികാസുധൻ മാങ്ങാടാണ് CP അച്യുതമേനോനും മലയാള വിമർശനവും എന്നുള്ള ഗവേഷണ കൃതി രചിച്ചിട്ടുള്ളത്. സുകുമാർ അഴീക്കോടാണ് കേരളവർമ്മയെ മലയാള സാഹിത്യ വിമർശനത്തിലൂടെ മലയാള വിമർശനത്തിന്റെ പിതാവായിട്ട് അവരോധിക്കുന്നത്. അപ്പൊ അംബികാസുധൻ മാങ്ങാട് പറയാണ് അദ്ദേഹം അല്ല. CP അച്യുതമേനോനും മലയാള വിമർശനവും എന്നുള്ള കൃതിയിലൂടെയാണ് കേരളവർമ്മ വിമർശനത്തിന്റെ പിതാവ് അല്ല എന്ന് അംബികാസുധൻ മാങ്ങാട് സമർത്ഥിക്കുന്നത്. പുതിയൊരു ചോദ്യമാണ് അല്ലേ? നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണേ. ബാക്കിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അടുത്തതിലേക്ക് കടക്കുകയാണ്. ജോസഫ് മുണ്ടശ്ശേരിയെ മലയാളത്തിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് വിശേഷിപ്പിച്ചത്? സിമ്പിൾ ആയിപ്പോയി. ആരാണ് ജോസഫ് മുണ്ടശ്ശേരിയെ മലയാളത്തിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്? ഇപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ചിലർക്ക് ഉത്തരങ്ങൾ വേഗം കിട്ടുന്നുണ്ട്, ചിലർക്ക് കിട്ടുന്നില്ല, ചിലരും മിണ്ടാതിരിക്കുന്നുണ്ട്. അയ്യോ എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പൊ എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് നെഗറ്റീവ് അടിക്കല്ല വേണ്ടത്, പോസിറ്റീവ് ആയിട്ട് എടുക്കുക. ഇപ്പത്തെ ട്രെൻഡിങ് ഡയലോഗാണ് പറയണ പോലെ അടിച്ചു കയറി വാ, പഠിച്ചെടുക്ക്. വേറെ യാതൊരു നിവൃത്തിയില്ല. ടീച്ചറെ ഞാൻ പഠിച്ചാൽ മറന്നു പോകും, പഠിച്ചാൽ എന്തായാലും നമ്മൾ മറന്നു പോകും. റിപ്പീറ്റ് ചെയ്ത് വായിക്കുക എന്നുള്ളതാണ്, ആവർത്തിച്ച് റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഒരേ ഒരു വഴി. പിന്നെയുള്ളത് നിങ്ങൾ അങ്ങനെ മറന്നു പോകുന്ന കാര്യങ്ങൾ ഉണ്ട് വെച്ചെങ്കിൽ എന്താണ്, എഴുതി ഒട്ടിക്കുക. നിങ്ങൾക്ക് എന്റെ സ്ക്രീൻ കാണാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൈഡില് എന്ത് കാണാം? ഞാൻ എഴുതി ഒട്ടിച്ചിട്ടുള്ള കാര്യങ്ങൾ കാണാം, ചാർട്ടും കാര്യങ്ങളൊക്കെ കാണാല്ലേ മക്കളെ? ഒക്കെ എഴുതി ഒട്ടിച്ചേക്കുന്നതാണ്. കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ എഴുതി ഒട്ടിക്കുക. റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 10 മിനിറ്റ് എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നാൽ ഒരു 10 മിനിറ്റ് എടുത്തിട്ട് ഇതൊക്കെ ഒന്നൊരു റൗണ്ട് വായിച്ചു പോകും. 1-2 ദിവസം വായിക്കുമ്പോഴും 3-ാമത്തെ ദിവസം ആവുമ്പോഴേക്കും ആ കളർ കാണുമ്പോഴേക്കും എനിക്ക് അതിലുള്ള കാര്യങ്ങൾ മൊത്തം ഓർമ്മ വരും, നിങ്ങൾക്കും ഓർമ്മ വരും. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മുണ്ടശ്ശേരിയെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് വിശേഷിപ്പിച്ചത് KM ജോർജ് ആണ്. ഇതൊന്ന് മാച്ചിൽ ഫോളോ ചെയ്തേ. ആത്മകഥയാണ്. ആത്മകഥയുടെ വർഷങ്ങൾ പഠിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് കുറച്ച് പ്രാധാന്യം നൽകും. അപ്പൊ ഞാൻ ഇതുവരെ ലളിതം മലയാളത്തിൽ ഡിസ്കസ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ എങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്, വർഷങ്ങൾ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ട്. അതിൽ ആത്മകഥയുടെ വർഷങ്ങൾ എളുപ്പത്തിൽ ആർക്കും കിട്ടണമെന്നില്ല. എല്ലാവരും ആത്മകഥ ഏതാണ് എന്ന് എഴുതി വെക്കും, പക്ഷെ വർഷങ്ങൾ എഴുതി വെക്കണമെന്നില്ല. ഞാൻ അതൊക്കെ ക്രോഡീകരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അവസാന നിമിഷത്തിലേക്ക് എത്ര പേര് ഇതിനെ വെയിറ്റ് ചെയ്യും എന്നുള്ളത് നോക്കാൻ വേണ്ടി തന്നെയാണ് ഈ ടോപ്പിക്കുകളൊക്കെ ഞാൻ അവസാനത്തിലേക്ക് വെച്ചത്. ആൽവിൻ ഡി പറയുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് ഓപ്ഷൻ ബി പറയുന്നുണ്ട്. തുടിക്കുന്ന താളുകൾ ആരുടേതാ? തുടിക്കുന്ന താളുകൾ ആരുടെ ആത്മകഥയാ? തുടിക്കുന്ന താളുകള് ചെങ്ങമ്പുഴയുടേതാണ്. കൊഴിഞ്ഞിലകൾ ആരുടെ മക്കളെ? കൊഴിഞ്ഞിലകൾ ആരുടെയാ? കൊഴിഞ്ഞിലകള് എപ്പോഴും ചോദിക്കുന്നതാണ്. കൊഴിഞ്ഞിലകൾ ആരുടെയാ? ജോസഫ് മുണ്ടശ്ശേരിയുടേതാണ്. കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. ആശ്ചര്യ ചിഹ്നങ്ങളോ ചോദ്യചിഹ്നങ്ങളോ ഇല്ലാത്ത ആത്മകഥ, ഇതിലേതോ ഒന്നാണ്. ചെറുകാടിന്റെ ജീവിതപാത. ആശ്ചര്യചിഹ്നാണോ ചോദ്യചിഹ്നാണോ എനിക്കറിയില്ല, അങ്ങനെ ഒരു പോയിന്റ് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഓക്കെ, അർദ്ധവിരാമം എന്നുള്ളത് ആരുടേതാണ്? അർദ്ധവിരാമം എന്നുള്ളത് അമർത്യാനന്ദയുടേതാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. മലയാളത്തിലെ പ്രധാനപ്പെട്ട ആത്മകഥയും അവയുടെ പ്രസിദ്ധീകരണ വർഷവും ഞാനിത് റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് ആധുനിക മലയാള സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ എന്നുള്ള പുസ്തകമാണ്. ആധുനിക മലയാള സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ എന്നുള്ള പുസ്തകത്തിൽ നിന്നാണ് റെഫറൻസ് എടുത്തത്. അതുകൊണ്ട് ടീച്ചർ ഇത് തെറ്റുമോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ ഈ പുസ്തകത്തിൽ നിന്നായതുകൊണ്ട് ഏകദേശം 75% നമുക്ക് വിശ്വസിക്കാം തെറ്റില്ല എന്ന്. ഓക്കെ, അപ്പൊ എന്റെ നാടുകടത്തിൽ മുതലായവ നോക്കുക. രാമകൃഷ്ണപിള്ളയുടെ എന്റെ നാടുകടത്തില്, സ്മരണമണ്ഡലം VK നാരായണപിള്ള,
പരമാവധി ഓർഡർ ആയിട്ട് എഴുതാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആത്മകഥകൾ. അപ്പൊ ഈ ആത്മകഥകളും അവയുടെ പ്രസിദ്ധീകരണ വർഷവും ആരും തെറ്റിക്കരുത്. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, പഠിക്കുക. ഓക്കെ, പഠിക്കില്ലേ? ഇതും കൂടി സ്ക്രീൻഷോട്ട് എടുത്തോ. രണ്ടാമത്തെ പേജാണ്. മൂന്നാമത്തെ പേജ് ഒന്നും കൂടി കാണിക്കാം. ഇതാണ് ഫസ്റ്റ് പേജ്. എന്റെ നാടുകടത്തൽ എന്നുള്ളതാണ് ഫസ്റ്റ് പേജ്. ആത്മകഥ EMS നമ്പൂതിരിപ്പാട് രണ്ടാമത്തെ പേജ്. ഓർമ്മയുടെ ഓളങ്ങളിൽ C. ശങ്കരക്കുറുപ്പ് മൂന്നാമത്തെ പേജ്. പ്രധാനപ്പെട്ട ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ആത്മകഥകളും ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ജീവചരിത്രത്തിലേക്ക് കടക്കുകയാണ്. കേരള ഭാഷാ പ്രണയികൾ എന്നുള്ള ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? നല്ല മഴ പെയ്യുന്നുണ്ട്. നമുക്ക് വേഗം നിർത്താം. കേരള ഭാഷാ പ്രണയികൾ എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ്. എളുപ്പല്ലേ? പക്ഷെ ഇതൊന്നല്ല നമ്മളോട് ചോദ്യം ചോദിക്കുക. ഇതിന്റെ ഉള്ളിലുള്ള ഓരോ ജീവചരിത്ര ഗ്രന്ഥവും ആരെഴുതിയെന്ന് ചോദിക്കും. ആ സമയത്ത് നമ്മൾ വെള്ളം കുടിക്കും. എന്റെ മക്കൾ വെള്ളം കുടിക്കരുത്. ഞാൻ എല്ലാം തപ്പെടുത്തോണ്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട 8 ജീവചരിത്രങ്ങളാണ് കേരള ഭാഷാ പ്രണയികൾ എന്നുള്ള കൃതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ജീവചരിത്രം എഴുതിയത് കോയിപ്പള്ളി പരമേശ്വരനാണ്. ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോനാണ് AD ഹരിശർമ്മ. പന്തളത്ത് കേരളവർമ്മ തമ്പുരാന്റെ ജീവചരിത്രം എഴുതിയത് AD ഹരിശർമ്മയാണ്. മൂർക്കോത്തുകുമാരൻ O. ചന്തുമേനോന്റെ ജീവചരിത്രം എഴുതിയിരിക്കുന്നു. മൂർക്കോത്തുകുമാരൻ തന്നെയാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ ജീവചരിത്രം എഴുതിയിട്ടുള്ളത്. കുന്നത്ത് ജനാർദ്ദന മേനോൻ VC ബാലകൃഷ്ണ പണിക്കരുടെയും കുമാരനാശാന്റെയും ജീവചരിത്രം എഴുതിയപ്പോൾ TK രാമൻ മേനോനാണ് ഉണ്ണായി വാര്യർ. ചോദിക്കട്ടെ, കവി പുഷ്പമാല ആരുടെ കൃതിയാ? വെൺമണി പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഇവരുടെ പേരൊക്കെ കണ്ടപ്പോ ഓർമ്മ വന്നതാ. കവി പുഷ്പമാല. കവി പുഷ്പം എന്താ ചെയ്യാ? നമ്മള് നുള്ളിയാണ് ചെയ്യുക അല്ലെ? നുള്ളി എടുത്തു. തൃത്താവ് നുള്ളി, മുല്ലപ്പൂ നുള്ളി, കാത്തുള്ളി. കവി പുഷ്പമാല കാത്തുള്ളില് ഞാൻ പഠിച്ചു വെച്ചതാണ്. ഇനി കവി പക്ഷിമാല, കോഴി ഞാൻ അങ്ങനെ കറക്റ്റ് ചെയ്ത് പഠിച്ചതാണ്. ക്ഷമിക്കണം, ഞാൻ എനിക്ക് ഓർമ്മ നിൽക്കാൻ വേണ്ടി കറക്റ്റ് ചെയ്ത് പഠിച്ചതാണ്. കവി പക്ഷിമാല കോയിപ്പള്ളി അങ്ങനെ പഠിച്ചു നോക്കിയോ. കോഴിന്നൊന്നും പറയല്ലേ. ഇനി അടുത്തത് കവി മൃഗാവലി, ഒടുവിൽ കുഞ്ഞുകൃഷ്ണ മേനോൻ. കവി ഭാരതം ആരാണ്? കവി ഭാരതം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കവി രാമായണം ആരുടേതാണ്? കവി രാമായണം വേഗം പറഞ്ഞേ, എന്റെ ശബ്ദം പോകുമ്പോഴേക്കും തീർക്കണമായിരിക്കും. മൂലൂരിൻ്റെതാണ്. ഓക്കെ, ഇതെപ്പോഴും ചോദിക്കാറുള്ളത് കൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തത് മാത്രം. അപ്പോൾ ജീവചരിത്ര ഗ്രന്ഥം, പ്രധാനപ്പെട്ട ജീവചരിത്ര ഗ്രന്ഥങ്ങൾ ആരുടേതൊക്കെയാണ് എന്ന് നോക്കി വയ്ക്കുക. ഞാനൊന്ന് വേഗത്തിലെ സാഹിത്യ ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. സാഹിത്യ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട സാഹിത്യ ചരിത്രങ്ങളുടെ വർഷം ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അതൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ മക്കളെ. സാഹിത്യ ചരിത്രം P. ശങ്കരൻ നമ്പ്യാർ രചിച്ച സാഹിത്യ ചരിത്രം ഏതാണ്? സാഹിത്യ ചരിത്രം നമ്മളിപ്പോ 7ാമത്തെ യൂണിറ്റിലാണ് നിൽക്കുന്നത്. ഇനിയും നമുക്ക് വേഗം പോകാനുണ്ട്. 33. എന്റെ മക്കളെ ഒന്ന് പറഞ്ഞേ, P. ശങ്കരൻ നമ്പ്യാരുടെ സാഹിത്യ ചരിത്രം ഏതാ? മലയാള സാഹിത്യ ചരിത്ര സംഗ്രഹം. ഓക്കെ, ഇനി ഇവയുടെയൊക്കെ വർഷം ചോദിച്ച മക്കൾക്ക് കിട്ടുമോ? എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് കിട്ടുമോ? ഓരോന്നിന്റെയും വർഷം ചോദിച്ചാൽ ടീച്ചർ അങ്ങനെ ഒന്നും ചോദിക്കല്ലോ ടീച്ചറെ. അങ്ങനെയാണോ? വർഷം പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് പലപ്പോഴും വർഷം ചോദിച്ചിട്ടുണ്ട്. ഒന്ന് നോക്കിയാലോ? ഞാൻ എല്ലാ വർഷവും എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. റഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് ആധുനിക മലയാള സാഹിത്യ ചരിത്രം തന്നെയാണ്. കേരള ഭാഷാ സാഹിത്യ ചരിത്രം ആരുടേതാണ്? R. നാരായണ പണിക്കരുടേതാണ്. അയ്യോ, പറയാൻ പറ്റേട്ടോ. ഞാനിപ്പോ ഡീറ്റെയിൽസ് പറയുന്നില്ല. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകാം. ശരിയായ ക്രമം ഏത്? അപ്പോ 20 ചോദ്യങ്ങൾ ഭാഷാക്രമത്തിൽ വന്നു. ആ ക്രമത്തിൽ ഒന്നും വരാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ തപ്പിയെടുത്ത് കൊണ്ടുവന്നതിൽ ഒന്നാണ് ഏത്? നമ്മുടെ സാഹിത്യ ചരിത്രം എന്നുള്ളത്. സാഹിത്യ ചരിത്രം ഇതുവരെ കുറെ നാളുകളായിട്ട് ക്രമം ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ. അല്ല, ബി ആണ് ആൻസർ. മലയാള ഭാഷാ ചരിത്രം ആരുടേതാണ്? P. ഗോവിന്ദപിള്ളയുടേതാണ്. 1881 മലയാള ഭാഷാ ചരിത്രം P. ഗോവിന്ദപിള്ള 1881. വിദ്യാവിലാസിനി 1881. വിദ്യാവിനോദിനി 1889.
മലയാള ഭാഷാ ചരിത്രം പി ഗോവിന്ദപിള്ള. ഭാഷാ സാഹിത്യ ചരിത്ര സംഗ്രഹം 1922 പി ശങ്കരൻ നമ്പ്യാർ. കേരള ഭാഷാ സാഹിത്യ ചരിത്രം ആർ നാരായണ പണിക്കർ 1927. ഭാഷാ സാഹിത്യ ചരിത്രം 1936 ആറ്റൂര്. പദ്യ സാഹിത്യ ചരിത്രം ടി എം ചുമ്മാറിന്റെ ഉണ്ട്. ഗദ്യ സാഹിത്യ ചരിത്രം ഉണ്ട്. സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ കെ എം ജോർജ് 1958. സാഹിത്യ ചരിത്രം പി കെ പരമേശ്വരൻ നായർ 1958. കുഞ്ചന് ശേഷം കുഞ്ചൻ വരെ മാടശ്ശേരി മാധവ വാര്യാര്. ഭാഷാ ഗദ്യ സാഹിത്യ ചരിത്രം ടി എം ചുമ്മാറിന്റേതാണ്. കൈരളിയുടെ കഥ എൻ കൃഷ്ണപിള്ളയുടേതാണ്. എല്ലാത്തിന്റെയും വർഷം നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ എല്ലാം വായിച്ചു പോകുന്നില്ല. ഇതാണ് ഫസ്റ്റ് പേജ് സാഹിത്യ ചരിത്രം. നിങ്ങളുടെ കയ്യിൽ നോട്ട് ഉണ്ടോ മക്കളെ? എല്ലാവരുടെ കയ്യിലും എല്ലാ സാഹിത്യ ചരിത്രങ്ങളുടെ വർഷം ഉണ്ടോ? ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പുതിയ അറിവാണ് എങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. എഴുതിയെടുക്കുന്ന തിരക്കിലാണോ? ആരും ഒന്നും മിണ്ടാത്തെ? ആരൊന്നും മിണ്ടാണല്ലോ, ഇവിടെ ഇല്ലേ? ഒക്കെ എഴുതിയെടുക്കുന്ന തിരക്കിലും സ്ക്രീൻഷോട്ട് എടുക്കുന്ന തിരക്കിലാന്ന് തോന്നുന്നുണ്ട്. സ്ക്രീൻഷോട്ട്. ഓക്കെ അശ്വിൻ, ഓക്കെ കുഴപ്പമില്ല, എടുക്കൂ, പഠിക്കൂ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ ഭാഗത്ത് നിന്നുള്ളത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്തൊരു ഏരിയയാണ് സാഹിത്യ ചരിത്രം. ഇത്രയും പഠിക്കാനുള്ളൂ. ആരെഴുതി, ഏത് കാലഘട്ടത്തിൽ എഴുതി. മലയാളം, ഇത് നമ്മുടെ വൈജ്ഞാനിക സാഹിത്യം എന്നുള്ള വിഭാഗത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. മലയാളം ലെക്സിക്കന്റെ പ്രഥമ എഡിറ്റർ. മലയാളം ലെക്സിക്കന്റെ പ്രഥമ എഡിറ്റർ. മലയാളം ലെക്സിക്കന്റെ പ്രഥമ എഡിറ്റർ. മലയാളം ലെക്സിക്കന്റെ പ്രഥമ എഡിറ്റർ ഇമ്പോർട്ടന്റ് ആണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ശൂരനാട് കുഞ്ഞൻപിള്ള. പ്രധാനപ്പെട്ട നിഘണ്ടു ആര് എഴുതി എന്നുള്ളത് നോക്കണം. നിഘണ്ടു നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. ദ്രാവിഡ ഭാഷകളുടെ നിരുക്തി നിഘണ്ടു തയ്യാറാക്കിയത് ആര്? ദ്രാവിഡ ഭാഷകളുടെ നിരുക്തി നിഘണ്ടു തയ്യാറാക്കിയത് ആര്? ദ്രാവിഡ ഭാഷകളുടെ നിരുക്തി നിഘണ്ടു തയ്യാറാക്കിയത് ആര്? ദ്രാവിഡ ഭാഷകളുടെ നിരുക്തി നിഘണ്ടു ആരുടേതാണ്? എമിനോയുടെയും ബറോയുടേതാണ്. നിഘണ്ടുക്കൾ മലയാളത്തിൽ പി വി ഓമന. നിഘണ്ടുക്കൾ മലയാളത്തിൽ. നിഘണ്ടു അധികം ചോദിച്ചു കാണാറില്ലേ ഇപ്പോൾ? അതുകൊണ്ട് ഇനി എത്ര പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാം. നിഘണ്ടുക്കൾ മലയാളത്തിൽ പി വി ഓമന. നിഘണ്ടുക്കൾ മലയാളത്തിൽ പി വി ഓമന. പി സോമശേഖരന്റെ നിഘണ്ടു വിജ്ഞാനം. പി സോമശേഖരന്റെ നിഘണ്ടു വിജ്ഞാനം. ഓക്കെ, മലയാളം പോർച്ചുഗീസ് നിഘണ്ടു ആരുടെയാ? മലയാളം പോർച്ചുഗീസ് നിഘണ്ടു. മലയാളം പോർച്ചുഗീസ് നിഘണ്ടു 1932 മുമ്പ് എഴുതിയിട്ടുള്ള മലയാളം പോർച്ചുഗീസ് നിഘണ്ടു അർണോസ് പാദ്രിയുടേതാണ്. വൊക്കാബുലറിയ മലബാറിക്കോ ലൂസിത്താനം എന്നതാണ് അതിന്റെ പേര്. വൊക്കാബുലറിയ മലബാറിക്കോ ലൂസിത്താനം മലയാളം പോർച്ചുഗീസ് നിഘണ്ടു. ഇനി എ ഡിക്ഷണറി ഓഫ് ഹൈ ആൻഡ് കൊളോക്കിയൽ മലയാളം ആൻഡ് ഇംഗ്ലീഷ്. എ ഡിക്ഷണറി ഓഫ് ഹൈ ആൻഡ് കൊളോക്കിയൽ മലയാളം ആൻഡ് ഇംഗ്ലീഷ് ബെഞ്ചമിൻ ബെയ്ലിയുടേതാണ്. 1846 ബെയ്ലി. യെസ്, ബെയ്ലിയുടേതാണ്. എ ഡിക്ഷണറി ഓഫ് ഹൈ ആൻഡ് കൊളോക്കിയൽ മലയാളം ആൻഡ് ഇംഗ്ലീഷ്, അതായത് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ബെഞ്ചമിൻ ബെയ്ലിയുടേതാണ്. ബെഞ്ചമിൻ ബെയ്ലി. ബെഞ്ചമിൻ ബെയ്ലി. അടുത്ത നിഘണ്ടു കോളിൻസിന്റെ നിഘണ്ടുവാണ്. കോളിൻസിന്റെ നിഘണ്ടുവിന്റെ പേരെന്താ? കോളിൻസിന്റെ നിഘണ്ടു മലയാളത്തിലെ ആദ്യത്തെ എന്ത് നിഘണ്ടു? യെസ്, അശ്വിൻ, വെരി ഗുഡ്. ആദ്യത്തെ മലയാളം നിഘണ്ടു കോളിൻസിന്റെ നിഘണ്ടുവാണ്. 1865 വന്നിട്ടുള്ള നിഘണ്ടുവാണ് കോളിൻസിന്റെ മലയാളം നിഘണ്ടു. ഇനി മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി ഗുണ്ടർട്ടിന്റേതാണ്. മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി ഗുണ്ടർട്ടിന്റേതാണ്. 1872 അത് പുറത്തിറങ്ങിയത്. കീശ നിഘണ്ടുവും ശബ്ദധാരാവലിയും ഒക്കെ ആരുടേതാ? കീശ നിഘണ്ടു ശബ്ദധാരാവലി. കീശ നിഘണ്ടു ശബ്ദധാരാവലി ശ്രീകണ്ഠേശ്വരത്തിൻ്റെതാണ്. ഭാഷാശാസ്ത്ര നിഘണ്ടു ആരുടെയാ? ഭാഷാശാസ്ത്ര നിഘണ്ടു. ഭാഷാശാസ്ത്ര നിഘണ്ടു വി ആർ പ്രബോധചന്ദ്രൻ നായരുടേതാണ്. ഭാഷാശാസ്ത്ര നിഘണ്ടു. അറബി മലയാള നിഘണ്ടു വി മുഹമ്മദിന്റേതാണ്.
ലീലാ നമ്പൂതിരിപ്പാടിന്റെ നിഘണ്ടുവിന്റെ പേരെന്താ? ലീലാ നമ്പൂതിരിപ്പാടിന്റെ നിഘണ്ടുവിന്റെ പേരെന്താ മക്കളെ? ലീലാ നമ്പൂതിരിപ്പാടിന്റെ നിഘണ്ടുവിന്റെ പേര് ചോദിച്ചാൽ കിട്ടില്ല ആർക്കും. സുമംഗലയുടെ നിഘണ്ടുവിന്റെ പേരെന്താ? സുമംഗലയുടെ നിഘണ്ടുവിന്റെ പേര് എന്ത് വേഗം ഉത്തരം വന്നേ. സുമംഗലയുടെ യഥാർത്ഥ നാമമാണ് ലീലാ നമ്പൂതിരിപ്പാട്. പച്ച മലയാള നിഘണ്ടു, കേരള ഭാഷാ നിഘണ്ടു ഗുപ്തൻ നായരുടേതാണ്. കേരള ഭാഷാ നിഘണ്ടു ഗുപ്തൻ നായരുടേതാണ്. കേരള ചരിത്ര നിഘണ്ടു വസന്തമാഷിന്റേതാണ്, SK വസന്തന്റേതാണ്. ഫോക്ലോർ നിഘണ്ടു MV വിഷ്ണു നാരായണ നമ്പൂതിരിയുടേതാണ്. നിഘണ്ടു പഠിക്കണം. ഭാഷാശാസ്ത്രത്തിലേക്ക് കയറിയേ. ഭാരതത്തിന് പുറത്തു മാത്രം പ്രചാരത്തിലുള്ള ദ്രാവിഡ ഭാഷ. ഭാരതത്തിന്റെ പുറത്തു മാത്രം പ്രചാരത്തിലുള്ള ദ്രാവിഡ ഭാഷ. പ്രധാനപ്പെട്ട ഭാഷകള് അവ ഉൾപ്പെടുന്ന ഭാഷാഗോത്രം. ദ്രാവിഡ ഭാഷകളെല്ലാം ഏകഗോത്രങ്ങളല്ല എന്ന് പറഞ്ഞതാരാ? ഏകഗോത്രങ്ങളല്ല. അല്ല എന്ന് പറഞ്ഞത് ഇത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊന്ന് ഉത്തരം പറഞ്ഞേ. തെറ്റിക്കരുത്. ലിൻഷി ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ഈ അശ്രദ്ധ പരീക്ഷയ്ക്ക് വരരുതേ. ദ്രാവിഡ ഭാഷകളെല്ലാം ഏകഗോത്രങ്ങളല്ല. അല്ല എന്ന് പറഞ്ഞത് എല്ലീസ് ആണ്. FW എല്ലീസ് ആണ്. ഭാഷകളെല്ലാം ഏകഗോത്രങ്ങളല്ല എന്ന് പറഞ്ഞത്. ആണ് എന്ന് പറഞ്ഞതാണ് കാൾഡ്വെൽ. ക്ലിയർ അല്ലേ മക്കളെ? യെസ്, വിധു പറയുന്നുണ്ട് എല്ലീസ് എന്നുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. എ കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദ്രവീഡിയൻ ഓർ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ്. ആരുടെ കൃതി? എ കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദ്രവീഡിയൻ ആൻഡ് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ്. ഇതെല്ലാവർക്കും അറിയണം, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഭാഷ പഠിക്കുന്ന സമയത്ത് നിഘണ്ടു, വ്യാകരണം, കഷ്യ വിഭജനം, ഗോത്രം എന്നുള്ളത് പഠിക്കണം. ഭാഷോൽപത്തി വാദങ്ങൾ പഠിക്കണം. ഭാഷാശാസ്ത്രത്തിൽ വരുന്ന പൊതുവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഇത് ആരുടേതാണ്? കാൾഡ്വെലിന്റേതാണ്. ഇനി കക്ഷികളിലേക്ക് കടക്കുകയാണ്. പ്രകൃതിക്ക് മുമ്പും പിമ്പും പ്രത്യയം ചേരുന്ന കക്ഷിയാ. സംസ്കൃത ഭാഷ ഉദാഹരണമായിട്ടുള്ള കക്ഷിയാ ഏതാണ്? സംസ്കൃത ഭാഷ ഉൾപ്പെടുന്ന കക്ഷിയാ ഏതാണ്? പ്രകൃതിക്ക് മുമ്പും പിമ്പും പ്രത്യയം ചേരുന്ന കക്ഷി ഏതാണ്? പിടി വേണോ നിങ്ങൾക്കൊക്കെ? പിടി. പ്രകൃതിക്ക് മുൻപും പിൻപും പ്രത്യയം. സംസ്കൃത ഭാഷ ഉൾപ്പെടുന്നത് ഏതാണ്? വൈകൃത കക്ഷിയാണ്. മക്കളെ, സംശ്ലിഷ്ട കക്ഷിയിലാണ് മലയാളം. മലയാളത്തിൽ പ്രകൃതിക്ക് മുമ്പും പിൻപും പ്രത്യയങ്ങളുണ്ടോ? ഇല്ല. പ്രകൃതിക്ക് ശേഷം മാലകൾ പോലെ പ്രത്യയങ്ങൾ വരുന്നതാണ് സംശ്ലിഷ്ട കക്ഷിയ. മലയാളം അതിൽ പെടുന്നതാണ്. വൈകൃത കക്ഷിയാണ് സംസ്കൃതം. പ്രകൃതിക്ക് മുൻപും പിൻപും പ്രത്യയം ചേരുന്ന കക്ഷിയാണ്. ഓക്കെ, ഇനി ശബ്ദം, ശബ്ദ വിഭജനം, നാമവിഭജനം, മേയനാമം. താഴെ പറയുന്നവയിൽ മേയനാമം ഏതൊക്കെയാണ്? മേയനാമം. സന്ധി കാര്യങ്ങളൊക്കെ പഠിക്കണം. സന്ധി ലീലാത്തിലൊക്കെ ചർച്ച പഠിക്കണം. ഒരൊറ്റ ക്ലാസ് കൊണ്ട് ഇതൊക്കെ പറഞ്ഞു പോകലേ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എളുപ്പത്തിൽ തെറ്റിക്കുന്ന കുറച്ച് കാര്യങ്ങളും അശ്രദ്ധയോടെ വിട്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളും പറയുന്നതാണ്. അഗ്നി, കാറ്റ്, തിരമാല എന്നിവയൊക്കെയാണ് മേയനാമങ്ങൾ. ഇനി മല എന്ന വാക്കിനോട് സ്ഥലം എന്ന അർത്ഥമുള്ള ആളം എന്ന പദം ചേർത്തിട്ടാണ് മലയാളം ഉണ്ടായത് എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? മല അധികം ആളം. ആളം എവിടെ? വിധു ടീച്ചറെ പറഞ്ഞേ. ഇവരെ വിളിക്കുന്നത് വേറെ ഒന്നല്ല. ഇവർക്ക് HSSക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പഠിപ്പിച്ചിട്ടുള്ള ഫൈനൽ റൗണ്ട് റിവിഷനിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ. മല എന്നതിന് ആളം ചേരുന്നത് ആരാണ് അഭിപ്രായപ്പെട്ടത്? KM ജോർജും R നാരായണ പണിക്കരും. KM ജോർജും ഉണ്ട്, R നാരായണ പണിക്കരും ഉണ്ട്. മല എന്നതിനോട് അളം എന്നുള്ളത് ചേരുന്നു. കൃത്യമായിട്ട് പഠിക്കണം. ഭാഷാവാദങ്ങൾ പഠിക്കണം. ഞാൻ ചോദിക്കട്ടെ മക്കളെ നിങ്ങളോട്, മലയാള ഭാഷ ഏത് ഗോത്രത്തിൽ പെട്ടതാണ്? മലയാള ഭാഷ ഏത് ഗോത്രത്തിൽ പെട്ടതാ? മലയാള ഭാഷ ഏത് ഗോത്രത്തിൽ പെട്ടതാ? ഇവിടെ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ? ഒരു മിനിറ്റ്, ഇവിടെ എന്തോ ഒരു തെറ്റ് വന്ന പോലെ എനിക്ക് തോന്നുന്നു. മല അധികം ആഴമാണ് കോവിഡിനടുകാടി. മല അധികം ആഴമാണ് കോവിഡിനടുകാടി.
മല അധികം ആഴം, കോവുണ്ണി നെടുങ്ങാടി. മല എന്നതിനോട് അളം എന്നുള്ളത് ചേരുന്നത് പറഞ്ഞത് KM ജോർജും R നാരായണ പണിക്കരും ആണ്. ഓക്കെ, ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ലളിത മലയാളത്തിൽ ഇടാം കേട്ടോ, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടാവേ. എവിടെയോ എനിക്കൊരു മിസ്റ്റേക്ക് തോന്നുന്നു. ഓക്കെ, നമ്മുടെ മലയാളം എന്നുള്ളത് ഏത് ഗോത്രത്തിൽ പെടുന്നതാണ്? ദ്രാവിഡ ഗോത്രത്തില് പെടുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാ? ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാ? കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം പറഞ്ഞ 8ാമത്തെ ഭാഗത്തിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ശ്രേഷ്ഠ ഭാഷ പദവി കിട്ടിയ ഡേറ്റ് എന്നാ? ശ്രേഷ്ഠ ഭാഷ പദവി കിട്ടിയ ഡേറ്റ്, ശ്രേഷ്ഠ ഭാഷ പദവി കിട്ടിയ ഡേറ്റ് ആരൊക്കെ ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്? ടൈപ്പ് ചെയ്താൽ മതി. 2013 മെയ് 23. മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. മലയാള ഭാഷയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസ്കൃത ജന്യവാദ്യം, തമിഴ് ജന്യവാദ്യം, തമിഴ് ഭാഷകളുടെ മിശ്രം, ആദിമ ദ്രാവിഡ മിശ്രഭാഷാവാദം, സ്വതന്ത്ര പരതന്ത്ര ഘട്ടം, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഇനി നമ്മൾ പൗരസ്ത്യത്തിലേക്ക് കടക്കുകയാണ്. യശസ്, ധനം, ലോകപരിജ്ഞാനം, നിവാരണം, ആനന്ദം, ഉപദേശം. കാവ്യം യശസ്സേ അർത്ഥഹൃദയ വ്യവഹാര വിദേശി വേദരക്ഷതയെ സദ്യാഹ പര നിർവൃതയെ കാന്താ സംവിധ തയോപദേശ യുജേ. ആരാണ്? അയാൾ മമ്മടനാണ്. അയാൾ യശസ്, ധനം, ലോകപരിജ്ഞാനം, നിവാരണം, ആനന്ദം, ഉപദേശം എന്നിങ്ങനെ 6 കാവ്യ പ്രയോജനങ്ങളെ നിർദ്ദേശിച്ചത് മമ്മടനാണ്. കവിത്വ ബീജം പ്രതിഭാനം ആരുടേതാണ്? കവിത്വ ബീജം പ്രതിഭാനം ആരുടേതാണ്? കവിത്വ ബീജം പ്രതിഭാനം. കാവ്യം ഗ്രാഹ്യം അലങ്കാര, കാവ്യമലങ്കാര വാമനൻ. ധ്വനി സിദ്ധാന്തം ആനന്ദവർദ്ധനൻ. രീതിയെ മാർഗം എന്ന് വിവക്ഷിച്ചത് കാവ്യാദർശം എഴുതിയത് ആരാണ്? രീതിയെ മാർഗം എന്ന് വിവക്ഷിച്ചത് ആരാണ്? രണ്ടും ഒരാളാണ്, ദണ്ഡിയാണ്. ഇപ്പൊ പ്രധാനപ്പെട്ട കൃതികള് ആരെഴുതി? പ്രധാനപ്പെട്ട കാവ്യ നിർവചനങ്ങള്, കാവ്യഹേതു, കാവ്യപ്രയോജനം കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഇതിനുള്ളിൽ നിന്ന് കറങ്ങിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വരാറുള്ളൂ. പിന്നെ നവരസങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ ഭാവം ഏതൊക്കെയാണ്, അതിന്റെ നിറം ഏതൊക്കെയാണ് എന്നുള്ള കാര്യവും നോട്ട് ചെയ്ത് വെക്കുക. പാശ്ചാത്യത്തിലേക്ക് കടക്കുകയാണ്. കഥാർസിസ് എന്ന പദം സാഹിത്യ സിദ്ധാന്തങ്ങളിൽ അവതരിപ്പിച്ചത് ആര്? കഥാർസിസ് എന്ന പദം സാഹിത്യ സിദ്ധാന്തങ്ങളിൽ അവതരിപ്പിച്ചത് ആര്? സിമ്പിൾ ആണ്. ആരാണ് കഥാർസിസ്? അരിസ്റ്റോട്ടിലാണ്. പറഞ്ഞേ, നാടകത്തിന്റെ ഇത് ഷഡ്ഘടകങ്ങള്. അയ്യോ, പറഞ്ഞേ. ഇതിവൃത്തം, പ്ലോട്ട്, ഇതിവൃത്തം, ക്യാരക്ടർ. ഓക്കെ, ഇതിവൃത്തം കഴിഞ്ഞു, അടുത്തതിലേക്ക് പോ. ഇതിവൃത്തം കഴിഞ്ഞു, അടുത്തതിലേക്ക് പോ. ഇതിവൃത്തം പറഞ്ഞു, ക്യാരക്ടർ പറഞ്ഞു, ഗാനം, ഗാനമാധുരി, ഓക്കെ, പദാവലി, കോറസ്, ഗാനം, ചിന്ത, യെസ് ചിന്ത, ദൃശ്യം. ഇനി ചിന്ത, ദൃശ്യം, പ്ലോട്ട്, ഗാനം, ദൃശ്യം. ഒരെണ്ണം കൂടി കാലം, പദം. ഓക്കെ, അടുത്തത് മടലേറൽ. നമ്മള് ഏറ്റവും അവസാനത്തിലേക്ക് എത്തി, കേരള ചരിത്രത്തിലേക്ക് എത്തി. ഞാനൊരു ഓട്ടപ്രദക്ഷിണാണ് ചെയ്തത്. പ്രധാനപ്പെട്ട ഭാഗങ്ങള് നിങ്ങളുടെ ഏരിയാസിലൂടെ ഒക്കെ ഒന്ന് കടത്തുപോയി. ഇതിൽ ഞാൻ ഒരു മിനിറ്റ് ഒന്ന് നിർത്തിയേ, എല്ലാവരും ഒരു മിനിറ്റ് നിർത്തിയേ. ഓക്കെ, സൈബർ സാഹിത്യം നോക്കണം, താരതമ്യ സാഹിത്യം നോക്കണം, വിവർത്തനം നോക്കണം. റുബായിയാത്തും അതിന്റെ ഇതൊക്കെ ചോദിച്ച സ്ഥിതിക്ക് ഇനി കേരളവർമ്മയുടെ ശാകുന്തളം പിടിച്ചോ, ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട വിവർത്തനങ്ങള്. അപ്പൊ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, നിങ്ങൾ അത് നോക്കണം. ഓക്കെ, മടലേറൽ എന്നുള്ളത് സംഘകാലത്തെ സത്യാഗ്രഹ രീതിയാണ്. ഒരു പെൺകുട്ടിയോട് ഇഷ്ടമാണെന്ന് പറയുന്നു, അവള് പ്രണയം നിരസിക്കുന്നു. അവളുടെ വീടിന് മുമ്പിൽ മണൽ കൂട്ടിയിട്ട് അതിന് വീട് കയറി ഇരുന്നിട്ട് സത്യാഗ്രഹം നടത്തുന്നു. മലയാണ്മയുടെ സ്വർഗ കവാടം എന്നത് ഏത് സംഘടനയുടെ അർത്ഥവാക്യമാണ്? മലയാണ്മയുടെ സ്വർഗ കവാടം നമ്മുടെ കേരള സാഹിത്യ അക്കാദമി. അപ്പൊ ഈ തന്നിരിക്കുന്ന സംഭവങ്ങള് ഇത്
രൂപം കൊണ്ട കാലഘട്ടം അനുസരിച്ച് ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ കിട്ടുമോ? കിട്ടണം. ചോദ്യം വരാറുണ്ട് അങ്ങനെ. ഓക്കെ, അതുകൂടി ഒന്ന് നോക്കി വെക്കണേ. അത്തരത്തിലുള്ള ചോദ്യവും വരാറുണ്ട്. ഇതൊന്ന് പറഞ്ഞേ, 45-ാമത്തെ ചോദ്യം. ശരിയായ ക്രമം ഏത്? സ്വദേശാഭിമാനി, കവനോദയം, വിദ്യാവിനോദിനി, വിദ്യാവിലാസിനി. വിലാസിനിയാണ് ആദ്യം, അതിനുശേഷമാണ് വിനോദിനി വരുന്നത്. അങ്ങനെ നോക്കിയാൽ തന്നെ ഉത്തരം കിട്ടും. വിലാസിനിയാണ് ആദ്യം, അതിനുശേഷമാണ് വിനോദിനി വരിക. 81-ല് വിലാസിനിയും 89-ല് വിനോദിനിയുമാണ് വരുന്നത്. അങ്ങനെ നോക്കിയാൽ മാത്രം ഉത്തരം കിട്ടും. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. വിദ്യാവിലാസിനി 1881 വിദ്യാവിനോദിനി 1889 കവനോദയം 1896 സ്വദേശാഭിമാനി പത്രം. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാരാ? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ വർഷം ഏതാ? എവിടേക്കാ നാട് കടത്തിയത്? എന്തിനു വേണ്ടിയിട്ട്? എന്ത് കാരണം കൊണ്ടാണ് നാട് കടത്തിയത്? 1910 തിരുനെൽവേലിയിലേക്ക്, തിരുച്ചിറപ്പള്ളിയിലേക്ക് നാട് കടത്തി. തിരുനെൽവേലിയിലേക്ക് നാട് കടത്തി. CP എതിർത്തത്. യെസ്. ഓക്കെ, അപ്പൊ ഞാന് കേരള ചരിത്രത്തിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ക്വിക്ക് റിയാക്ഷൻ എനിക്ക് വേണം. ഇത് അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. സമത്വ സമാജം ആര് സ്ഥാപിച്ചു? വർഷം. ഒരുമിച്ച് ടൈപ്പ് ചെയ്യണേ. സമത്വ സമാജം ആര് സ്ഥാപിച്ചു? വർഷം. പറഞ്ഞേ, സമത്വ സമാജം ആര് സ്ഥാപിച്ചു? വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ചു. വർഷം. സമത്വ സമാജത്തിന്റെ വർഷം. സമത്വ സമാജം 1800 ആണോ 900 ആണോ? 1836 സമത്വ സമാജം വൈകുണ്ഠസ്വാമികള്. ഇനി 1903 ഗുരുവിന്റെ നേതൃത്വത്തിൽ എന്ത് വന്നു? 1903 ഗുരുവിന്റെ നേതൃത്വത്തില് SNDP വന്നു. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പനാണ് അരയ സമാജം. 1907 യോഗക്ഷേമ സഭ. വർഷം പറയണം. വർഷം ഒപ്പം പറ. നിങ്ങൾക്ക് ആരെ സ്ഥാപിച്ചെന്ന് എല്ലാവർക്കും അറിയാം. വർഷമാണ് വേണ്ടത്. യോഗക്ഷേമ സഭ 1908. പൊയ്കയിൽ അപ്പച്ചൻ. അടുത്ത ആളുടെ പേര് പൊയ്കയിൽ അപ്പച്ചൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS 1909. കല്യാണദായിനി സഭ പണ്ഡിറ്റ് KP കറുപ്പൻ 1912 കല്യാണദായിനി സഭ. 1912 കല്യാണദായിനി സഭ. കൊച്ചി പുലയ മഹാസഭ ആരുടേതാണ്? കൊച്ചി പുലയ മഹാസഭ പണ്ഡിറ്റ് KP കറുപ്പനാണ്. 1913 കൊച്ചി പുലയ മഹാസഭ. ഇനി NSS വ്യക്തിയുടെ പേര് പറയണം. മന്നത്ത് പത്മനാഭൻ 1914. വാഗ്ഭടാനന്ദൻ പാർട്ട് ടൈം HST-ലും HSS-ലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആത്മവിദ്യാസംഘം 1917. ആനന്ദ മഹാസഭ ആരുടേതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ഇനി മുസ്ലിം ഐക്യ സംഘം 1922 വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി പുലയ മഹാസഭ ആരുടേതാണ്? പുലയ മഹാസഭ അയ്യങ്കാളിയുടേതാണ്. വർഷം പറഞ്ഞേ മക്കളെ. പുലയ മഹാസഭ വർഷം 1938 ഏത് വരുന്നത്? പുലയ മഹാസഭ വരുന്നത്. 1938 ഏത് വരുന്നത്? പുലയ മഹാസഭ വരുന്നത്.
അപ്പൊ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് നവോത്ഥാന പ്രസ്ഥാനങ്ങള്, ഇപ്പൊ ഒരുവിധം എല്ലാ പ്രധാനപ്പെട്ട നവോത്ഥാന പ്രസ്ഥാനങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഏതാണ്? റിവോൾട്ട്സ് ആണ്. വൈക്കം സത്യാഗ്രഹം പറഞ്ഞേ. വൈക്കം സത്യാഗ്രഹം 1924. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ആരാ? വൈക്കം ഹീറോ EV രാമസ്വാമി നായ്ക്കരാണ് വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാ? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനാണ്. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആരാ? പാലിയം സത്യാഗ്രഹം സ്വതന്ത്ര ഭാരതത്തിലെ വഴിനടപ്പിന് വേണ്ടി നടന്ന സമരമാണ് പാലിയം സത്യാഗ്രഹം. 1947-48 നടന്നത്. പാലിയം സത്യാഗ്രഹം ഇനോഗ്രേറ്റ് ചെയ്തത് ആരാ? AKG ഒന്നല്ല, C കേശവൻ. പ്രധാനപ്പെട്ട സമരങ്ങളും കാര്യങ്ങളും നേതൃത്വം നൽകിയത് ഈഴവ മെമ്മോറിയല് വർഷം. 96 ഈഴവ മെമ്മോറിയല്, 91 മലയാളി മെമ്മോറിയല്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സിലബസിലൂടെ മുഴുവൻ എല്ലാത്തിലൂടെയും ഒന്ന് ഓരോ ചോദ്യങ്ങളാണെങ്കിൽ പോലും കടന്നുപോയി. പ്രധാനപ്പെട്ട വർഷങ്ങള് ഞാൻ ഒന്നും കൂടി നോട്ട് ചെയ്തു. ഓക്കെ, അപ്പോ നല്ല മിടുക്കരായിട്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും അവസാനമായിട്ട് പ്രഖ്യാപിച്ച സാഹിത്യ അക്കാദമി അവാർഡുകളിലെ മികച്ച കഥയ്ക്കുള്ള അവാർഡ് കിട്ടിയത് ആർക്കാ? മികച്ച കഥയ്ക്കുള്ള അവാർഡ് കഥ 2024 പ്രഖ്യാപിച്ചിട്ടുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡിലെ മികച്ച കഥയ്ക്കുള്ള അവാർഡ്. മികച്ച കഥ എല്ലാം നോട്ട് ചെയ്ത് വെക്കണേ. കഥ വേണം, കവിത വേണം, നോവല് വേണം, നാടകം, യാത്രാ വിവരണകൃതി, ബാലസാഹിത്യകൃതി, വിവർത്തനം, സകല കാര്യങ്ങളും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. നമുക്ക് ചോദ്യം ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ, ചോദ്യം ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പൊ കൃത്യമായിട്ട് എല്ലാവരും പഠിച്ച് പരീക്ഷ എഴുതില്ലേ? പരീക്ഷയ്ക്ക് മുമ്പ് എന്തായാലും നമുക്കൊരു 2-3 എത്ര ക്ലാസ് കിട്ടും? ലളിത മലയാളത്തിന്റെ 2 ക്ലാസ് കിട്ടും ഞാൻ വിചാരിച്ചു. 2 അല്ല, 1, 2, 3 ക്ലാസ് കിട്ടും. ലളിത മലയാളത്തിന് 3 ക്ലാസ് കിട്ടും. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ സഹകരിച്ചിരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. 80 കുട്ടികളുണ്ടായിരുന്നത് 51 പേരും ഈ ഒരു ക്ലാസ്സിലിരുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. പരമാവധി കാലഘട്ടം ഞാൻ പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഞാൻ റിപ്പീറ്റേഷൻ ഒഴിവാക്കാനാണ്. മുൻകാലഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കിയത് റിപ്പീറ്റേഷൻ ഒഴിവാക്കാനാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. I+ന്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. കൃത്യമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് മിടുക്കരായിട്ട് ടീച്ചറെ എനിക്ക് JRF കിട്ടി എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ലേണേഴ്സ്.